271 റാങ്ക് കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ KS രണ്ടാം റാങ്ക് കരസ്ഥമാക്കി. അതേപോലെ ഇപ്പൊ പ്രസന്റ്ലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പം അതേപോലെ തന്നെ സിദ്ധാർത്ഥ ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾക്ക് ചിലപ്പോൾ കുറെ പേർക്ക് അറിയായിരിക്കും. സ്പീക്ക് ഫോർ ഇന്ത്യ പ്രോഗ്രാമിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് വളരെ പല പ്ലാറ്റ്ഫോമുകളിൽ എപ്പോഴും സ്റ്റാറെ നടക്കുന്ന ഒരു വ്യക്തിയാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്നത്. അപ്പൊ സിദ്ധാർത്ഥിന് നമ്മൾ സെക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് 2027 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചോളം എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് സിദ്ധാർത്ഥ് പേഴ്സണലി ഫേസ് ചെയ്തിട്ടുള്ള ഹഡിൽസ് എന്തൊക്കെയായിരുന്നു. സിദ്ധാർത്ഥ് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വിജയത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിൽ തന്നെ വിജയം മാത്രം കണ്ടു വളർന്നുള്ള ഒരാളല്ല. തോൽവികൾ കണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെ പഠിച്ച് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് വന്നുള്ള ആളാണ്. അപ്പൊ ഒരുപാട് ലെസൺസ് അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ലെസൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രിപ്പറേഷനിൽ സ്ട്രാറ്റജൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സോ സിദ്ധാർത്ഥിനെ ഞാൻ റൈസപ്പിന്റെ പേരിൽ നമ്മുടെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സിദ്ധാർത്ഥ്. ഹലോ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഓക്കെ, താങ്ക് യു സർ ഫോർ ദി ഇൻട്രൊഡക്ഷൻ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നടന്ന ഒരു പരീക്ഷയിൽ എങ്ങനെയോ കറങ്ങിക്കുത്തി റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നുള്ള ഒരു തെറ്റിന്റെ പേരിലാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവരും കേൾക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ആരെയും ക്യാമറ ഓൺ ആകാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സെഷൻ റൈസപ്പ് IASന്റെ വെബിനാറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ 2027 അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ UPSC എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക്, അപ്പോൾ അങ്ങനെയുള്ള UPSC ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിട്ടാണ് നമ്മളിത് കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ സെഷന്റെ ജനറലി ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 3 ബ്ലോക്ക് ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ജനറലി UPSC എക്സാമിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഫണ്ടമെന്റൽ ഐഡിയ that will be repetitive for most of the aspirants, because ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. പക്ഷേ ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു സെഷനിൽ ഇരിക്കുന്ന അവസാനത്തെ ആളിലേക്കും അത് എത്തണം എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ എക്സാമിന്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് ആവും ആദ്യം സംസാരിക്കുന്നുണ്ടാവുക. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞ പോലെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക്, കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ജയിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നത്. 3 തവണ തോറ്റ പരിചയം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ എന്ത് ചെയ്താൽ ജയിക്കും എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്താൽ തോക്കും എന്ന് എനിക്കറിയാം. അപ്പൊ ഞാനത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അത് ചെയ്യാണ്ടിരുന്നാൽ മതി. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ രണ്ടാമത്തെ ബ്ലോക്ക് അതാണ് എൻ്റെ ഒരു പ്രിപ്പറേഷന്റെ ഒരു ടൈം ലൈനിൽ അതിൽ ഞാൻ വരുത്തിയ ചേഞ്ചസ്, മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഫൈനലി ജനറലി എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന കുറെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന കുറച്ച് ക്വയറീസ് ഉണ്ടാവും. അതും ഞാൻ പറ്റുന്ന പോലെ അഡ്രസ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ആയിട്ട് സെഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസും ക്വയറീസും എല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാം. സോ ഇതാണ് എന്താണ് ഒരു സെഷൻ പ്ലാൻ എന്നുള്ളത്. സോ ടു ബിഗിൻ വിത്ത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് 25 സർവീസസിലേക്കുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ആണ്. ഈ 25 സർവീസ് കേന്ദ്ര സർക്കാർ സർവീസുകളെ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് എന്നിങ്ങനെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. സെൻട്രൽ സർവീസ് തന്നെ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഫോറിൻ സർവീസ്, പോലീസ് സർവീസ്, കുറച്ച് പേര് ഫോറസ്റ്റ്, റവന്യൂ, ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനും അപ്പുറത്തേക്ക് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന റെയിൽവേ സർവീസ് ഉണ്ട്, പോസ്റ്റൽ വകുപ്പിലുള്ള പോസ്റ്റൽ സർവീസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഗ്രൂപ്പ് എ സർവീസുകളാണ്. ഇതിന്റെ താഴേക്ക് വരുന്ന ഗ്രൂപ്പ് ബി സർവീസുകളായിട്ടുള്ള പോണ്ടിച്ചേരി സിവിൽ സർവീസ്, പോണ്ടിച്ചേരി പോലീസ് സർവീസ്, ദാമൻ ആൻഡ് ദിയു സിവിൽ സർവീസ്, ദാമൻ ആൻഡ് ദിയു പോലീസ് സർവീസ്, പിന്നെ ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ്. ഈ 5 എണ്ണം ഈ പരീക്ഷയുടെ ഭാഗമായി നടക്കുന്ന ഗ്രൂപ്പ് ബി സർവീസുകളാണ്. അത് നമ്മുടെ സാലറി സ്കെയിലും നമ്മുടെ ഗവൺമെന്റ് സർവീസിനെ ABCD ഇങ്ങനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് ബിയിലാണ്, അതായത് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഗസറ്റഡ് എന്ന് നമ്മൾ പറയുന്ന ലെവലിലാണ് ഈ ഗ്രൂപ്പ് ബി സർവീസുകൾ വരുന്നത്. അതിന്റെ മുകളിലേക്കുള്ളതാണ് ഗ്രൂപ്പ് എ സർവീസുകൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ റവന്യൂ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് കസ്റ്റംസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് ഇൻകം ടാക്സ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ്, അത് തന്നെ ട്രാഫിക്, അക്കൗണ്ട്സ്, പേഴ്സണൽ എന്നിങ്ങനെ 3 എണ്ണം, ഇന്ത്യൻ ട്രേഡ് സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, അങ്ങനെ കുറെ സർവീസുകൾ നമുക്കുണ്ട്. ഇതല്ലാതെ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്പിരൻസ് ആസ്പയർ ചെയ്യുന്ന ഒന്നാണ് ഓൾ ഇന്ത്യ സർവീസ്. അത് 3 എണ്ണമാണ് നമുക്കുള്ളത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS നമുക്കറിയാവുന്നതുപോലെ, പിന്നെ IPS പോലീസ് സർവീസ്, പിന്നുള്ള ഒരു ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്.
ഫോറസ്റ്റ് സർവീസിന്റെയും പ്രിലിംസ് നമ്മുടെ UPSCയുടെ പ്രിലിംസിനോടൊപ്പം തന്നെയാണ് വരിക. പക്ഷെ മെയിൻസ് രണ്ട് പരീക്ഷയാണ്. മാത്രമല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഫോറസ്റ്റ് സർവീസ് എക്സാം എഴുതാൻ കഴിയുക. ഇനി ഇതൊന്നും അല്ല, നമുക്ക് ഒരു സർവീസും കൂടെ ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നുള്ള, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അംബാസഡേഴ്സ് ആയിട്ട് പോകുന്ന നമ്മുടെ വിദേശകാര്യ പ്രതിനിധികളായി മാറുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇത്രയും വൈവിധ്യമുള്ള ഒരു ജോബ് പ്രൊഫൈല് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. റെയറസ്റ്റ് ആകുന്നത് പോലെ തന്നെ ടഫസ്റ്റുമായിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. ഇനി എക്സാമിന് 3 സ്റ്റേജസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്കൊരു പ്രിലിമിനറി സ്റ്റേജ് ഉണ്ട്, ഒരു മെയിൻസ് സ്റ്റേജ് ഉണ്ട്, ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ്, അഥവാ കോമൺ പാർലൻസിൽ നമ്മൾ അതിനെ ഇന്റർവ്യൂ എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ 3 സ്റ്റേജിലാണ് നമ്മുടെ എക്സാം വരുന്നത്. ഇതിൽ ഏറ്റവും ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ, അതാണ് നമ്മൾ 2027 ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അവരുടെ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയാണ് ഈ വർഷത്തെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാം, അല്ലെങ്കിൽ 2027 പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ പരീക്ഷ വരുന്നത് 2027 മെയ് മാസമായിരിക്കും. അപ്പൊ ഈ മെയ് മാസത്തിൽ 2 പേപ്പറുകളാണ് നമ്മൾ എഴുതുന്നത്. രണ്ടും MCQ ആണ്, അല്ലെങ്കിൽ OMR പേപ്പറുകളാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ OMR ഷീറ്റിൽ ബബിൾ ചെയ്യുന്ന പരിപാടിയെ നമുക്കുള്ളൂ. 2 മണിക്കൂറിന് 2 പേപ്പർ. രാവിലെ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പർ, ജനറൽ സ്റ്റഡീസ് 1 എന്നാണ് അതിന്റെ ഒഫീഷ്യൽ നെയിം, നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്ന് പറയും. ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു ജനറൽ സ്റ്റഡീസ് 2 പേപ്പർ എന്നാണ് അതിന്റെ ഒഫീഷ്യൽ നെയിം. എമംഗ് ആസ്പിറൻസ് ഇറ്റ് ഈസ് കോൾഡ് CSAT. മുന്നേ UPSC നടത്തിയിരുന്ന പേപ്പർ CSAT ആയിരുന്നു, പിന്നീടാണ് അതിന്റെ പേര് മാറ്റിയത്. സ്റ്റിൽ എല്ലാവരും അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ CSAT എന്നാണ് പറയുന്നത്. ആൻഡ് CSAT ഈസ് എ ക്വാളിഫയിങ് പേപ്പർ. അതിൽ 200-ൽ 66.66 മാർക്ക് മാത്രം നിങ്ങൾ നേടിയാൽ മതി. ഔട്ട് ഓഫ് 1/3 ഓഫ് ദ ടോട്ടൽ മാർക്സ് ആണ് CSATന്റെ ക്വാളിഫയിങ് കട്ട് ഓഫ്. അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ GS1 വാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ അത് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ വരുന്നത് ഈ CSAT പേപ്പറിന്റെ, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള പേപ്പറിന്റെ മിനിമം മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള പേപ്പറിൽ നമുക്കുള്ളത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, അതായത് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഫ്രം ദി പാരഗ്രാഫ് മോഡലിലെ ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മെന്റൽ എബിലിറ്റി എന്നിങ്ങനെ 2 ഡിഫറെന്റ് സെറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. സോ ദാറ്റ്സ് അബൌട്ട് CSAT. ഇനി കമ്മിങ് ടു ഫസ്റ്റ് പേപ്പർ, അവിടെയാണ് റിയൽ ഗെയിം ഇൻ ദ സെൻസ്. അവിടെയാണ് ഇപ്പൊ കുറെ ആൾക്കാർ, ഇപ്പോ 5 ലക്ഷത്തോളം ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 3-4 ലാക്ക് ആൾക്കാർ CSATലെ മിനിമം മാർക്ക് വാങ്ങിക്കും. യൂഷ്വലി 2023 ഒഴിച്ച് എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പേര് പാസ്സായി വരുന്നതെന്ന് ആകെ 15,000 പേര്. ആലോചിച്ച് നോക്കണം, 10 ലക്ഷം പേര് എക്സാമിന് അപ്ലൈ ചെയ്യുന്നു, ഏകദേശം 5 മുതൽ 6 ലക്ഷം പേര് മാത്രം ആ ഹോളിൽ വരുന്നു. വലിയ എലിമിനേഷൻ അവിടെ തന്നെ നടന്നു. അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതാൻ വരില്ല ഏകദേശം ഒരു 4 ലാക്ക് പീപ്പിൾ. എന്നിട്ട് അവിടെ പരീക്ഷ എഴുതുന്ന 6 ലക്ഷം പേരിൽ ഒരു 1 ലക്ഷം 2 ലക്ഷം ആൾക്കാർ നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് പേപ്പറിൽ മിനിമം കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് പുറത്താവും. പക്ഷെ അതും പോരാ, പിന്നീടുള്ള 3-4 ലക്ഷം ആൾക്കാരിൽ നിന്ന് നമുക്ക് 15,000 പേര് മാത്രമാണ് മെയിൻസ് എഴുതുക. അപ്പൊ ആ 15,000 പേരെ തിരഞ്ഞെടുക്കുന്നത് ഈ GS1 ജനറൽ സ്റ്റഡീസ് 1, അല്ലെങ്കിൽ രാവിലെ നമ്മൾ എഴുതുന്ന 2 മണിക്കൂർ പേപ്പറിന്റെ കട്ട് ഓഫ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ വരുന്ന സബ്ജക്ട്സ് പ്രധാനമായും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്റ്റുകൾ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ എക്കണോമി, എൻവയോൺമെന്റ്, ജിയോഗ്രഫി, പിന്നെ ഹിസ്റ്ററിയിൽ തന്നെ മോഡേൺ ഹിസ്റ്ററി, ഏൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ. അതിനോടൊപ്പം ഇന്റർനാഷണൽ റിലേഷൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങൾ, പിന്നെ കറണ്ട് അഫയേഴ്സ്, ജനറൽ കറണ്ട് അഫയേഴ്സ്. ഇത്രയും വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പരീക്ഷയിലെ ആദ്യത്തെ, അതായത് നമ്മുടെ പ്രിലിമിനറി ലെവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന വിഷയങ്ങൾ ഇത്രയുമാണ്. അപ്പൊ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് പ്രിലിംസ് വരെയുള്ള കഥ കഴിഞ്ഞു. എക്സാമിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിയുന്നു. 10 ലക്ഷം പേരിൽ 6 ലക്ഷം പേര് മാത്രം ഹോളിലേക്ക് എത്തുന്നു. അവിടെ CSATൽ കുറച്ച് പേര് ഫെയിൽ ആകുന്നു. പിന്നെ GSൽ ഈ പറഞ്ഞ എക്സാമിൽ അത് നിയർലി ഇപ്പൊ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് 90 to 100ലാണ് കട്ട് ഓഫ് വരിക, അല്ലെങ്കിൽ 85 to 100 റേഞ്ചിൽ കട്ട് ഓഫ് വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്നത്. ആൻഡ് ഇടയ്ക്ക് മാത്രം 2023 നേരത്തെ പറഞ്ഞ പോലെ അനോമലി ഉണ്ടായിരുന്നു, അത് 75ലേക്ക് താഴ്ന്നു. ബാക്കി എല്ലാ വർഷങ്ങളിലും ഓൺ ആൻ ആവറേജ് ഒരു 85 to 100 തന്നെ പോകുന്നത് റെയർ ആണ്. 85 to 95 ബാൻഡിലാണ് കട്ട് ഓഫ് വരിക. 2025 അതായത് ഞങ്ങൾ എഴുതിയ കഴിഞ്ഞ വർഷത്തെ പ്രിലിംസ് കട്ട് ഓഫ് 92 ആയിരുന്നു. അപ്പൊ ആ ഒരു റേഞ്ച് ആണ് കട്ട് ഓഫ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞു വരുന്നത് എക്സാമിന്റെ സെക്കൻഡ് സെറ്റ്, അതായത് UPSCയുടെ മെയിൻസ് എക്സാമിനേഷൻ. അതാണ് എന്താണ് ഈ പരീക്ഷയുടെ ഏറ്റവും കോർ പാർട്ട്. ബിക്കോസ് ഏകദേശം 1750 മാർക്ക് അവിടെയാണ് ഇരിക്കുന്നത്. ദിസ് എക്സാം ഈസ് ഔട്ട് ഓഫ് 2025. അതിനകത്ത് അത്രയും മാർക്ക് ഉണ്ട്. അതിൽ 1750 മാർക്കും നമ്മുടെ മെയിൻസ് എക്സാമിൽ നിന്നാണ് കിട്ടുന്നത്. റെസ്റ്റ് 275 മാത്രമാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ പെർസെന്റേജ് ഡിഫറൻസ് മനസ്സിലാക്കണം. ഈ പരീക്ഷയുടെ ഏകദേശം 80 അല്ലെങ്കിൽ 75 to 80% വെയിറ്റേജ് കിടക്കുന്ന ഒരു സ്ഥലമാണ്
മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ വെരി മെന്റലി ആൻഡ് ഫിസിക്കലി ടയറിംഗ് പ്രോസസ്. നമ്മൾ ഈ പറയുന്ന പോലല്ല 9 പേപ്പറുകളാണ് നമ്മൾ എഴുതുക. 9 പേപ്പറുകൾ ബാക്ക് ടു ബാക്ക്. അതായത് ഒരു ദിവസം, ഒരു ഫ്രൈഡേ ആണ് എക്സാം തുടങ്ങുക. അന്ന് രാവിലെ 3 മണിക്കൂർ നമുക്കൊരു എസ്എ പേപ്പർ ഉണ്ടാവും. ഞാൻ ആദ്യമേ പേപ്പറുകളെ കുറിച്ച് ഒന്ന് പറയാം. നമുക്ക് ആദ്യം ഉള്ളത് ഒരു എസ്എ പേപ്പറാണ്, ഒരു ഫിലോസഫിക്കൽ എസ്എ പേപ്പറാണ്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മടിയൻ മല ചുമക്കും എന്നൊക്കെ പഴഞ്ചൊല്ല് പറയുന്ന പോലത്തെ പ്രോവേർബ്സ് ഒക്കെ ഇംഗ്ലീഷിൽ നമുക്ക് ടോപ്പിക് ആയിട്ട് തന്നിട്ട് അത് വെച്ചിട്ടുള്ള എസ്എ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പേപ്പർ. ഫസ്റ്റ് പേപ്പർ എസ്എ പേപ്പർ ഔട്ട് ഓഫ് 300 മാർക്സ്, അല്ല 250 മാർക്സ്. 125ന്റെ 2 എസ്എസ് ആണ് നമുക്ക് വരിക. 250ക്കാണ് അത് ഉണ്ടാവുക. ആ എസ്എക്ക് ശേഷം നമ്മൾ എഴുതുന്നത് 4 ജനറൽ സ്റ്റഡീസ് പേപ്പറുകളാണ്. ജനറൽ സ്റ്റഡീസ് 1, അവിടെ നമുക്ക് ഹിസ്റ്ററി ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാവും, സൊസൈറ്റി ഉണ്ടാകും. രണ്ടാമത്തെ ജനറൽ സ്റ്റഡീസ് 2 പേപ്പർ. ആ ജനറൽ സ്റ്റഡീസ് 2 പേപ്പറിൽ ഇന്ത്യൻ പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവും. ആൻഡ് GS 3 പേപ്പർ. GS 3 പേപ്പറിൽ നമുക്ക് എക്കണോമിക്സ് ഉണ്ടാവും, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടാവും, ഇന്റേണൽ സെക്യൂരിറ്റി ഉണ്ടാവും, അഗ്രികൾച്ചർ ഉണ്ടാവും. പിന്നെ ഒരു ജനറൽ സ്റ്റഡീസ് 4 പേപ്പർ, അത് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ എത്തിക്സ് ഉള്ളവരാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി UPSC നടത്തുന്ന ഒരു പേപ്പറാണ്. അങ്ങനെ നമ്മൾ ഒരു എസ്സേയും ഒരു 4 ജനറൽ സ്റ്റഡീസ് പേപ്പറും എഴുതി. അതിനുശേഷം നമുക്ക് ഇനി ഒരു 4 പേപ്പറും കൂടെ ഉണ്ട്. അതിലും എഗെയിൻ നമ്മൾ നേരത്തെ സിസാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 2 പേപ്പറുകൾ ക്വാളിഫയിങ് ആണ്. അതായത് നമുക്കൊരു കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പർ ഉണ്ട്. എല്ലാ ആസ്പിറൻസും ഒരു ഇംഗ്ലീഷ് പേപ്പർ ഔട്ട് ഓഫ് 300, അതിൽ 100 മാർക്ക് കിട്ടിയാൽ മതി. അതേപോലെ ഒരു കമ്പൽസറി റീജിയണൽ ലാംഗ്വേജ് ഓഫ് യുവർ ചോയ്സ് നമുക്ക് എടുക്കാം. മലയാളം ആണെങ്കിൽ മലയാളം എടുക്കാം, ഹിന്ദി എടുക്കുന്നവരുണ്ട്, തമിഴുണ്ട്, കന്നഡ, തെലുങ്ക്, അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു റീജിയണൽ ലാംഗ്വേജിൽ കൂടി ഔട്ട് ഓഫ് 300ൽ നമ്മൾ 100 മാർക്ക് വാങ്ങിച്ചിരിക്കണം. ഈ 2 ക്വാളിഫൈ ചെയ്താലേ നമ്മുടെ ബാക്കി പേപ്പറിന് മാർക്ക് വാലിഡ് ആകുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആൻഡ് ഫൈനലി വി ഹാവ് ടു സെലക്ട് എൻ ഓപ്ഷണൽ സബ്ജക്ട്. ഒരു ഓപ്ഷണൽ സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്യണം. അതിലും നമുക്ക് 2 പേപ്പറാണ്, ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. അങ്ങനെ 2 സബ്ജക്റ്റുകൾ നമ്മൾ ഓപ്ഷൻ ഒരു സബ്ജക്റ്റിന്റെ തന്നെ 2 പേപ്പറുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ ഇന്ത്യയിലെ ഒരു നാഷണൽ വൈഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഓപ്ഷനുകളാണ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നുള്ള സബ്ജക്ട്സ്. ഇത് വളരെ പോപ്പുലർ ആണ്. ടോപ്പ് 100ൽ ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് വരുന്ന വിഷയങ്ങളാണ്. അതേപോലെ തന്നെ ഇത്രയധികം പോപ്പുലാരിറ്റി ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരുപാട് ആസ്പിറൻസ് ചൂസ് ചെയ്യുന്ന, കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന സബ്ജക്ട്സ് ആണ് മലയാളം ലിറ്ററേച്ചർ, ഹിസ്റ്ററി, അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഈ വിഷയങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ കണ്ടുവരുന്ന ചില ഓപ്ഷണൽ സബ്ജക്ട്സ്. ഇത് ജനറലി കണ്ടുവരുന്നതാണ്. ഇതല്ലാതെ അവർ പഠിച്ച സബ്ജക്റ്റുകൾ തന്നെ എടുക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ട് ഇംഗ്ലീഷ് തന്നെ എടുത്ത് റാങ്ക് ലിസ്റ്റിൽ കയറുന്ന ആളുകൾ ഉണ്ട്. മെഡിസിൻ, ഈ വർഷത്തെ ഫസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ ഈസ് എ ഡോക്ടർ ഫ്രം എയിംസ്. പുള്ളി മെഡിക്കൽ സയൻസ് ആയിരുന്നു പുള്ളിയുടെ ഓപ്ഷണൽ. ലോ എടുക്കുന്ന ലോയേഴ്സ് ഉണ്ട്. അങ്ങനെ പല സെറ്റ് ഓഫ് ഓപ്ഷണൽ സബ്ജക്ട്സ് എടുക്കുന്ന ആൾക്കാരെ കാണാം. എന്നാലും ജനറൽ ട്രെൻഡ് വെച്ചുള്ള ഒരു കണക്കാണ് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഓപ്ഷണൽസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ ഇത്രയും ഉള്ള 9 പേപ്പറുകൾ, അതായത് ഒരു എസ്എ പേപ്പർ, 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ, ഒരു കമ്പൽസറി മലയാളം, ഒരു കമ്പൽസറി ഇംഗ്ലീഷ് ആൻഡ് കമ്പൽസറി റീജിയണൽ ലാംഗ്വേജ്, 2 പേപ്പേഴ്സ് ഓഫ് ദി ഓപ്ഷണൽ സബ്ജക്ട്. ഇത്രയും വരുന്ന 9 പേപ്പറുകളാണ് നമ്മൾ മെയിൻസിൽ എഴുതേണ്ടത്. ആൻഡ് ഈ മെയിൻസിൽ എഴുതുന്ന പേപ്പറുകൾ ഈ പറയുന്ന പോലെ ഇത്രയും സബ്ജക്ട് പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഫിസിക്കലി കൂടെ നമ്മുടെ എൻഡ്യൂറൻസ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച രാവിലെ നമുക്ക് പരീക്ഷ തുടങ്ങും, 3 മണിക്കൂർ എസ്എ. 3 മണിക്കൂർ എസ്എ കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് വരുമ്പോൾ ശനിയാഴ്ച രാവിലെ GS 1, ഉച്ചയ്ക്ക് GS 2, ഞായറാഴ്ച രാവിലെ GS 3, ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം GS 4. ആലോചിച്ച് നോക്ക്, ഒരു സാറ്റർഡേ മോർണിംഗ് 9 ടു പിറ്റേ ദിവസം ഈവനിങ് 5 വരെയുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 24+ ഒരു 32 അവേഴ്സ്, ഒരു 1.5 ദിവസം അല്ലെങ്കിൽ 1.25 ദിവസത്തിൽ ഏതാണ്ട് 12 മണിക്കൂർ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കാം. കാരണം ഓരോ പേപ്പറിൽ 20 ചോദ്യവും 50 പേജോളം നമുക്ക് എഴുതാനും ഉണ്ട്. അപ്പൊ 50 പേജ് ഇത്രയും വേർഡ് ലിമിറ്റിൽ പോയിന്റ് ആലോചിക്കുക. അതും ഒരു സബ്ജക്റ്റ് ആണോ? അല്ല, ഈ പറഞ്ഞ എല്ലാം, ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി, പൊളിറ്റി, ഇന്റർനാഷണൽ റിലേഷൻ, ഇന്റേണൽ സെക്യൂരിറ്റി, അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും ബാക്ക് ടു ബാക്ക് നമ്മളിങ്ങനെ 4 പേപ്പർ എഴുതി തീർക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 ദിവസം ബ്രേക്ക് ഉണ്ട്. പിന്നെ ഒരു കമ്പൽസറി മലയാളം, മറ്റേ റീജിയണൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് വരും. പിന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ദിവസം നമ്മുടെ 2 ഓപ്ഷണൽ പേപ്പറും കൂടെ കഴിയുന്നതോടുകൂടി നമ്മുടെ മെയിൻസിന് തിരശ്ശീല വീഴും. അങ്ങനെയാണ് ഈ 9 പേപ്പേഴ്സിന്റെ ഒരു ഓർഡർ വരിക. ആൻഡ് അതിനൊരു 1 month 2 month ടൈം എടുക്കും അവർ റിസൾട്ട് കമ്പൈൽ ചെയ്ത് വരാനായിട്ട്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞ എലിമിനേഷൻ എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 15,000-ലേക്കാണ് നമ്മൾ വന്നത്. ഈ 15,000-ൽ നിന്നും നിയർലി 2,500 to 3,000 പീപ്പിൾ വിൽ ബി സിലക്ടഡ് ഫോർ ദി പേഴ്സണാലിറ്റി ടെസ്റ്റ്. അത് ഈ പറഞ്ഞ പോലെ ഇത്തവണ ഒരു 2,700 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ആളുകളാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിനായിട്ട് ഡൽഹിയിലേക്ക് വിളിക്കപ്പെടുക. അതൊരു 2 to 3 month നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ബോർഡിന്റെ മുമ്പിലേക്ക് there will be 5 or 6 boards in a day for the personality test. Each board will be chaired by a
മെമ്പർ ഓഫ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നമുക്ക് 10 മെമ്പർമാരാണ് ഉള്ളത്. ആ 10 മെമ്പർമാരിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള 6 or 7 പീപ്പിൾ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ ബോർഡ്. ഈ UPSC മെമ്പർമാരോടൊപ്പം തന്നെ സബ്ജക്ട് എക്സ്പെർട്സ് ഉണ്ടാവും, റിട്ടയർഡ് സിവിൽ സർവൻസ് ഉണ്ടാവും, റിട്ടയർഡ് മിലിറ്ററി ഒഫീഷ്യൽസ് ഉണ്ടാവും. അങ്ങനെ അവരടങ്ങിയ ഒരു പാനലിന്റെ മുമ്പിലേക്കാണ് നമ്മൾ പോവുക. ഇറ്റ് ലാസ്റ്റ് നിയർലി 20 to 30 മിനിറ്റ്സ് ഉള്ള ഒരു കോൺവെർസേഷൻ മോഡിലാണ് നമ്മൾ അതിനെ പോവുക. അപ്പോ അതൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ദോ ഈ പരീക്ഷയുടെ ഏറ്റവും ഹൃദയം ഇരിക്കുന്ന മെയിൻസിലാണെങ്കിലും നമ്മൾ ഏത് സർവീസിൽ എത്തണം അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് എവിടെയാണെന്ന് ചിലപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണോ എന്ന് തന്നെ വേണമെങ്കിൽ ഇന്റർവ്യൂവിന് തീരുമാനിക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിട്ടേണിൽ അത്യാവശ്യം സ്കോർ കുറവായിരുന്നു. ഇന്റർവ്യൂവിൽ അത്യാവശ്യം സ്കോർ 215 എന്നുള്ള ലൈക്ക് ഇന്ത്യയിലെ ടോപ്പ് 5 വരുന്ന ഒരു ഇന്റർവ്യൂ സ്കോർ ആയിരുന്നു അത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സംവെയർ അറൌണ്ട് ദി കട്ട് ഓഫിൽ ഞാൻ ഡിസ്ക്വാളിഫൈ ആയി പോയാണ്. സോ ഒരിക്കലും നമുക്ക് ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ സ്കോറിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള 3 സ്റ്റേജസിലൂടെ കടന്നുപോയതിനു ശേഷമാണ് നമ്മൾ എന്താണ് ഈ എക്സാമിന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും സാഡ് ആയിട്ടുള്ള ഒരു ദിവസം റിസൾട്ട് വരുന്ന ദിവസമാണ്. ഏറ്റവും ടെൻസ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഡേ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ വേസ്റ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം UPSCക്ക് ഇടുന്ന ഒരു ഒരു എഫേർട്ട് ഒരിക്കലും നമുക്ക് നഷ്ടമാകുന്ന ഒന്നല്ല. ബട്ട് സ്റ്റിൽ ആ ഒരു നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് റിസൾട്ട് ഉണ്ടാവാതിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം ഉള്ള ഒരു ദിവസം തന്നെയാണ്. അത് ഈ 3 സ്റ്റേജിലുണ്ട്. ചിലപ്പോൾ മെയിൻസിലായിരിക്കും, ചിലപ്പോൾ പ്രിലിംസിലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ 3 തവണയും തോറ്റത് പ്രിലിംസിലായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ഒരു വർഷം ബാക്കിയുണ്ട് പ്ലാൻ ചെയ്ത് വരാനൊക്കെ. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂലൊക്കെയാണ് നമുക്കത് മിസ്സാവുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം സമയമില്ല. എനിക്ക് കംബാക്കിന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ എന്നെ സംബന്ധിച്ച് അതൊരു അനുഗ്രഹമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ഇസ് ദി ജനറൽ എക്സാം പ്രോസസ്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങളിലേക്ക് പോവാം. ഇതുവരെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ഓപ്ഷനിൽ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് തിങ് റിഗാർഡിങ് മൈ പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ എക്സാമിനെ കുറിച്ചിട്ട് കേൾക്കുന്നത് സ്കൂൾ ടൈമിലൊക്കെ നമുക്കറിയാം. മേ ബി ഇപ്പോ ഈ ഒരു ജനറേഷൻ ഈ ഒരു കഴിഞ്ഞ 3 to 4 ഇയേഴ്സ് ആയിട്ട് UPSC എഴുതുന്ന അല്ലെങ്കിൽ UPSC കിട്ടുന്ന ആരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അവര് റിമാർക്കബിളി പറയുന്ന ഒരു ഇയർ ആണ് 2014. ബിക്കോസ് 2013-14 ആ പീരീഡിലാണ് നമുക്ക് ഇവിടുന്ന് ആദ്യത്തെ 4 റാങ്ക് ഹോൾഡേഴ്സിൽ 3 പേരും മലയാളികൾ. ഒരുപാട് നാളത്തെ ഹിസ്റ്ററിക്ക് ശേഷം അതായത് ഇവിടെ നിന്ന് കിട്ടില്ല, ആള് കുറവാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സമയത്താണ് ടോപ്പ് 4 റാങ്കേഴ്സിൽ ടോപ്പ് 3 ആൾക്കാരും ഹരിത വി കുമാർ മാം റാങ്ക് 1, ശ്രീറാം വെങ്കിട്ടരാമൻ സാർ റാങ്ക് 2, ആൽബി ജോൺ വർഗീസ് സാർ റാങ്ക് 4. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പ് 4ൽ 3 പേര് മലയാളികൾ വന്നതിന് ശേഷമാണ് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു UPSC വേവിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ അന്ന് സ്കൂൾ ടൈമാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമുക്കും പോസിബിൾ ആണ് എന്ന് കേൾക്കുന്ന ഒരു സമയം അവിടെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ തന്നെ കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്തേക്കാണ് സീരിയസ് ആയിട്ട് പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. ദാറ്റ് വാസ് ഓൾസോ ബിക്കോസ് ഞാൻ എൻ്റെ ഒരു സീനിയറിന് വേണ്ടിയിട്ട് ഐ വാസ് റൈറ്റിംഗ് സ്ക്രൈബ് ഫോർ പ്രിലിംസിന്റെ സ്ക്രൈബ് ആയിട്ട് ഞാൻ എൻ്റെ സീനിയറിന് വേണ്ടി എഴുതുന്നുണ്ടായിരുന്നു. ഹി ക്വാളിഫൈഡ് ദ എക്സാം. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് അടുത്തറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ പാർട്ടായ ഒരാളുടെ സക്സസ് ഡെഫിനറ്റ്ലി നമുക്കൊരു മോട്ടിവേഷൻ തരും. അങ്ങനെയാണ് ഞാൻ പ്രിപ്പറേഷനിലേക്ക് വന്ന് ആദ്യത്തെ അറ്റംപ്റ്റ് ബാക്കി എല്ലാവരെയും പോലെ നമുക്ക് ഇതിനോട് താല്പര്യമില്ലല്ലോ, നമ്മൾ ജസ്റ്റ് വരുന്നു. അപ്പൊ ഞാൻ കോച്ചിങ് കൊടുക്കാതെയാണ് എഴുതിയത്. ഒരു സർപ്രൈസും ഇല്ലാതെ തന്നെ തോറ്റു. ലൈക്ക് കട്ട് ഓഫിൽ നിന്ന് വളരെ ദൂരെ അങ്ങ് അകലെ നിന്ന് തന്നെ അപ്പോഴേ നമ്മൾ കിട്ടാണ്ടായി. പിന്നെ ഒരു വർഷം ഞാൻ കോച്ചിങ് ഒക്കെ എടുത്ത് ജോയിൻ ചെയ്ത് പതിയെ ഇത് ചെയ്തിട്ട് പഠിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് കൊടുക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ തന്നെ കൊടുത്തു. പക്ഷെ എഗെയിൻ അവിടെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ മാറ്റില്ലല്ലോ. സോ ചില സബ്ജക്ട്സ് ഇപ്പൊ ജോഗ്രഫി, അതേപോലെ തന്നെ മിഡീവൽ ഹിസ്റ്ററി, ഇന്റർനാഷണൽ വേൾഡ് അഫയേഴ്സ്, ഇപ്പം വേൾഡ് അഫയേഴ്സ് കാര്യങ്ങളിലൊന്നും അധികം ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യില്ല. എനിക്ക് ചില ഇൻട്രസ്റ്റ് ഏരിയസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമി, മോഡേൺ ഹിസ്റ്ററി, ഇതൊക്കെ എനിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ 3 സബ്ജക്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാ തരത്തിലുള്ള കണക്കുകൂട്ടലുകളും ഇങ്ങനെ നടത്തും. ഓക്കെ, ഇതിൽ നിന്ന് 10, അതിൽ നിന്ന് 10, അങ്ങനെയൊക്കെ മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ് ഞാൻ എന്റെ ഹോപ്പ് എല്ലാം വയ്ക്കുന്നത്. പക്ഷേ എന്റെ മാത്തമാറ്റിക്സിനെ അടപടലം പൊളിച്ചുകൊണ്ട് അത്തവണ UPSC ഒരുപാട് സർപ്രൈസസ് ഉണ്ടായിരുന്നു. അതുവരെ മോഡേൺ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് നിയർലി 10 ഉണ്ടായിരുന്നത് 5ലേക്ക് അവർ ചുരുക്കി. എനിക്ക് തോന്നുന്നു ജോഗ്രഫി ഒരു 10-12 ഉണ്ടായിരുന്നത് 15 മുകളിലേക്ക് എൻവയോൺമെന്റിലും ജോഗ്രഫിയുടെ എലമെന്റ്സ് വരാൻ തുടങ്ങി. ആൻഡ് അഗെയിൻ ഏറ്റവും വലിയതുണ്ടായിരുന്ന ആ വർഷം പൊളിറ്റി, യൂഷ്വലി 15-19 ക്വസ്റ്റ്യൻസ് പൊളിറ്റി ഉണ്ടായിരുന്നത് ഞാൻ ആ
എന്താ പഠിക്കാതെ എഴുതിയ വർഷം 19 ക്വസ്റ്റ്യൻസ് പൊളിറ്റി ഉണ്ടായിരുന്നു ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ. അടുത്ത വർഷം ഞാൻ പഠിച്ചിട്ട് എഴുതിയപ്പോൾ പൊളിറ്റിന്ന് 10 ചോദ്യം വന്നുള്ളൂ. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ എന്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റി. വേൾഡ് അഫയേഴ്സ് കുറെ വന്നു, ജോഗ്രഫി കുറച്ചുകൂടെ സ്ട്രോങ് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. അപ്പൊ കയ്യിൽ നിന്ന് പോയി. ആൻഡ് ഒരു 4 മാർക്സ്, ഒരു 2 ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിഫറൻസിൽ എനിക്ക് കട്ട് ഓഫ് മിസ്സായി. ആൻഡ് അതിന്റെ ഒരു വിഷമം വന്നപ്പോൾ ഞാൻ വീണ്ടും ലൈക്ക് ഈ പ്രിപ്പറേഷൻ എങ്ങനെ കണ്ടിന്യൂ, 2 അറ്റംപ്റ്റ് കഴിഞ്ഞു. ആൻഡ് ആ ഒരു സമയത്താണ് ഞാൻ PhDക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കൂടെ പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, ഇത്ര നാൾ ഇവിടെ നിന്നു, ഇനി PhD ജോയിൻ ചെയ്യാം. പിന്നെ അതും എനിക്ക് മനസ്സിലായി അതിന്റെ കൂടെ നടക്കില്ല, അത് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു ആ സാധനം വന്നത്. അപ്പോൾ പക്ഷേ ആ വർഷം ഞാൻ അറ്റംപ്റ്റ് കൊടുത്തു. ആ വർഷം അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും തോറ്റു. അത് കുറച്ചുകൂടെ ദൂരത്തേക്ക് തന്നെ, മീൻ വലിയ ഇതില്ല. നേരത്തെ 2 ക്വസ്റ്റ്യൻ ആണ് ഫെയിൽ ആയത്, ഇത്തവണ 3 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്റ്റൻസിലാണ്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓക്കെ ഇത്തവണ 2 ക്വസ്റ്റ്യൻസിലാണ്, അപ്പൊ അടുത്ത തവണ കിട്ടുമെന്ന് വിചാരിക്കുന്നത് വീണ്ടും താഴേക്കാണ് പോയത്. സോ ആ ഒരു പോയിന്റിലാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ഓക്കെ ഇങ്ങനെ ചുമ്മാ അറ്റംപ്റ്റ് കൊടുത്തോണ്ടിരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷനിലേക്ക് വരണം എന്നുള്ള. ആ സമയത്തേക്ക് എനിക്ക് PSCയിൽ ഒരു ജോലി കിട്ടി, ഞാൻ അവിടെ കയറി. എന്നിട്ട് ഞാൻ ഐ തോട്ട് ഓക്കെ ഒരു ലീവ് എടുത്തിട്ട് ഒന്നുകൂടെ ഒരു പ്രിപ്പറേഷൻ നടത്താം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. കഴിഞ്ഞ തവണത്തെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ജേർണി എന്നുള്ള ഒരു സാധനത്തിലേക്കായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ആ ഒരു ജൂൺ ആയപ്പോൾ തന്നെ ജൂൺ ജൂലൈ ആയപ്പോൾ തന്നെ മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗും പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം പതിയെ സ്റ്റാർട്ട് ചെയ്തു. സോ അത് ഓരോ സബ്ജക്റ്റ് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ടെസ്റ്റുകളെല്ലാം എടുത്തു. അതിന് മുന്നേയൊക്കെ ടെസ്റ്റുകൾ കുറെയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ഒരു അറ്റംപ്റ്റ് ആയപ്പോഴത്തേക്ക് ടെസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ഒരു അജണ്ട. കാരണം സ്കിപ്പ് ചെയ്താൽ അത് പഠിക്കില്ല. അപ്പൊ മാക്സിമം ഞാൻ പഠിക്കുന്ന അത്രയും പഠിച്ചിട്ട് ടെസ്റ്റുകൾ എടുത്ത് മെയിൻസിന്റെ നോട്ട്സിലാണ് ഫോക്കസ് ആദ്യം കൊടുക്കുക. അതിപ്പോ നിങ്ങളോടാണെങ്കിലും എനിക്ക് അതാണ് പറയാനുള്ളത്. നിങ്ങൾ 2027 പ്രിലിംസ് എഴുതുക. അപ്പോൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂൺ ടു സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗും മെയിൻസിന്റെ കണ്ടന്റും മെയിൻസിന്റെ സബ്ജക്റ്റുകൾക്കും അത്യാവശ്യം നമുക്ക് ഫോക്കസ് കൊടുക്കാം. നമ്മുടെ ഓപ്ഷണൽ സബ്ജക്ട് അടക്കമുള്ള മെയിൻസിന് വേണ്ട കാര്യങ്ങൾ. കാരണം നമുക്കൊരു നവംബർ ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ളി പ്രിലിംസിലേക്ക് നമ്മൾ വീഴും. പ്രിലിംസിലേക്ക് വീണ് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻസിന്റെ അത്ര ഇത് ടയറിംഗ് അല്ല. പ്രിലിംസ് ഇസ് എൻ MCQ. സോ അതിന് കുറച്ചുകൂടെ എന്താണ് ഒരു ത്രില്ലിംഗ് എലമെന്റ് ഉണ്ട്. അപ്പോ നമ്മൾ പിന്നെ അതിന്റെ ഒരു എന്താ പറയണ്ട ആ ഒരു ഒഴുക്കിൽ നമ്മൾ അങ്ങ് പോകും. നമ്മൾ മെയിൻസ് കംപ്ലീറ്റ്ലി വിടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു പ്രിപ്പറേഷൻ ഒരു 1 ഇയർ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ മെയിലാണ് തുടങ്ങുന്നത്, നെക്സ്റ്റ് മെയിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പൊ ഈ മെയ് മുതൽ ഒരു നവംബർ വരെയുള്ള സമയം പൂർണ്ണമായും നമുക്ക് പ്രിലിംസ് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ MCQs ഒക്കെ ചെയ്യാം. ബട്ട് സ്റ്റിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ്, ഓപ്ഷണൽ സബ്ജക്ട്, മെയിൻസിന്റെ നോട്ട്സ് കാര്യങ്ങൾ ഇതിലെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നമ്മളൊന്ന് സ്ട്രെങ്ത് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ. അതായിരുന്നു ഞാൻ അവിടെയും ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ ഒരു ഡിസംബറിലൊക്കെ ആയപ്പോൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തു. പ്രിലിംസിന്റെ മാക്സിമം ടെസ്റ്റുകൾ എടുത്തു. ആൻഡ് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസിൽ നിന്നുള്ള 2-3 ഡിഫറൻസസ് ഞാൻ 2025 പ്രിലിംസിന് മുന്നേ ചെയ്ത്, ഒന്ന് എല്ലാ സബ്ജക്റ്റും ഞാൻ പഠിച്ചു. ജോഗ്രഫി പഠിക്കില്ല എന്നുള്ള വാശി ഞാൻ പതിയെ ഉപേക്ഷിച്ചു. അപ്പോ ഇവിടെ റൈസപ്പില് ഉള്ള എന്റെ ഫ്രണ്ട് ഉണ്ട് ജിസ്ലിൻ, പുള്ളിക്കാരി ജോഗ്രഫി ഓപ്ഷനിലായിരുന്നു. ആൻഡ് ജിസ്ലിനാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ജോഗ്രഫി ഇത് പഠിക്കാനാണെങ്കിലും മെയിൻസിന്റെ കാര്യത്തിലൊക്കെ ഏത് ആൻസർ കിട്ടിയാലും മാപ്പ് വരയ്ക്കുന്ന ഒരു സ്വഭാവം ജിസ്ലിനുണ്ട്. അത് ഞാൻ അതേപോലെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈവൻ GS1 ഏൻഷ്യന്റ് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചറിലെല്ലാം ഞാൻ മാപ്പ് വരച്ചിട്ടുണ്ട്. ലൈക്ക് എന്റെ GS1 പേപ്പറിൽ 20 ക്വസ്റ്റ്യനിൽ ഞാൻ പിന്നീട് എന്നെ നോക്കിയപ്പോൾ നിയർലി 10-12 ക്വസ്റ്റ്യൻ. ജോഗ്രഫിയിൽ എന്തായാലും മാപ്പ് വരയ്ക്കും. അത് പോരാഞ്ഞിട്ടുള്ള എല്ലാത്തിലും അക്ബറിന്റെ സോഷ്യോ കൾച്ചറൽ ഇത് ചോദിച്ചെടുത്ത് വരെ ഞാൻ മാപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ജോഗ്രഫി മാപ്പ് പരിപാടികളിലേക്കൊക്കെ ഞാൻ അതുവരെ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ജോഗ്രഫി ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. മിഡീവൽ ഹിസ്റ്ററി അതുവരെ ഞാൻ ഒരു അറ്റംപ്റ്റിൽ മിഡീവൽ ഹിസ്റ്ററിയുടെ ടെസ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിക്കും, പിന്നെ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കും എന്നുള്ളതല്ലാണ്ട് പ്രോപ്പർ പഠിച്ച് ടെസ്റ്റ് എടുത്തിട്ടില്ല. അത് ഞാൻ എടുത്തു. വേൾഡ് അഫയേഴ്സ് ഞാൻ പഠിച്ചു. വേൾഡ് അഫയേഴ്സ്, ഇന്റർനാഷണൽ ബോഡീസ്, ഓർഗനൈസേഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ കുറെ പഠിച്ചു. ആൻഡ് ഒന്നാമത്തെ കാര്യം അതായിരുന്നു. പഠിത്തത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എല്ലാ സബ്ജക്ട്സും പഠിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടെസ്റ്റുകൾ എടുത്തതിന് ശേഷം അതിന്റെ അനാലിസിസ് പ്രോപ്പറായിട്ട് ചെയ്യും. പ്രിലിംസ് ടെസ്റ്റ് എടുത്തതിന് ശേഷം എവിടെയാണ് തെറ്റിയത്, എനിക്ക് തെറ്റിയത് എന്റെ നെഗ്ലിജൻസ് കൊണ്ടാണോ, റിവിഷൻ ഇഷ്യൂ കൊണ്ടാണോ, അതോ ഞാനത് പഠിക്കാത്തത് കൊണ്ടാണോ, ഇങ്ങനെ 3-4 റീസൺസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതാണ് കൂടുതൽ. സ്വാഭാവികമായിട്ടും എനിക്ക് നെഗ്ലിജൻസ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ നെഗ്ലിജൻസിൽ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം എന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്താലേ അത് തിരുത്താൻ പറ്റുള്ളൂ. സോ ആ മിസ്റ്റേക്ക് ഐഡന്റിഫിക്കേഷൻ ആയിരുന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഞാൻ വരുത്തിയത്. എങ്ങനെയാണ് ഞാൻ മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഞാൻ കുറെയൊക്കെ ഇത് ചെയ്തു. മൂന്നാമത്തത് കണ്ടന്റ് പാർട്ടിൽ ഞാൻ വേറൊരു കാര്യം ചെയ്ത്, ആൻസർ കീസ് പ്രോപ്പർ ആയിട്ട് ഞാൻ പഠിച്ചു. യൂഷ്വലി ഞാൻ അങ്ങനെ ആൻസർ കീസ് അധികം
നോക്കത്തില്ലായിരുന്നു മുന്നേയൊക്കെ. പക്ഷെ ഇത്തവണ ആൻസർ കീന്ന് നോട്ട് ഉണ്ടാക്കണം എന്നൊരു നോട്ട് ഉണ്ടാക്കണം പഠിക്കണം എന്നായിരുന്നു. പക്ഷെ പതുക്കെ പഠിക്കുന്ന അളക്കാൻ എൻ്റെ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് എത്ര പേജ് നോട്ട് ഉണ്ടാക്കി എന്നുള്ളതായി ഞാൻ എൻ്റെ പഠിത്തത്തെ മെഷർ ചെയ്യുന്ന മാനദണ്ഡം. അങ്ങനെ ഒരു 850 പേജ് നോട്ട് ഞാൻ മൊത്തത്തിൽ പ്രിലിംസിന് വേണ്ടി ഉണ്ടാക്കി. അത് മൊത്തം റിവൈസ് ചെയ്യാൻ പറ്റി. പക്ഷെ മൊത്തം റിവൈസ് ചെയ്യാൻ പറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2-3 സ്മോൾ പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീഡിംഗ് റൂമിൽ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഇടയ്ക്ക് ആ നോട്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെയിം തിങ് തന്നെ ഞാൻ ബാക്കി എന്റെ ജൂനിയേഴ്സ് ഇവിടെ പഠിക്കുന്നവരായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 2 to 3 പിയർ ഗ്രൂപ്പ്സ് എന്റെ കൂടെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ നോട്ട് തന്നെ ഞാനൊരു 3-4 തവണ ഞാനൊന്ന് പഠിച്ചിട്ടാണ് ഞാൻ ആ നോട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ പല ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാണ്. സോ എന്റെ റിവിഷൻ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ഗെറ്റിംഗ് ബോർഡ് ഞാൻ ഡിസിഷൻ അങ്ങനെ റിവിഷൻ അതിലേക്കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതാണ് എനിക്ക് തോന്നുന്നു ഒരു വലിയ ചേഞ്ച് പ്രിലിംസിൽ ഉണ്ടാക്കിയത്. കാരണം യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4-6 മാർക്സിനൊക്കെയാണ് ഞാൻ പ്രിലിംസ് കട്ട് ഓഫ് മിസ് ആയിക്കൊണ്ടിരുന്നത്. ഓൺ ദി വേർജ് ഓഫ് ഇതായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടാവരുതെന്ന് എനിക്ക് അത്യാവശ്യം നിർബന്ധം ഉണ്ടായിരുന്നു. സോ ഞാൻ പ്രിലിംസ് കട്ട് ഓഫിനേക്കാൾ 24 മാർക്സ് മുകളിലാണ് ഞാൻ ക്ലിയർ ചെയ്തത് പ്രിലിംസ് എക്സാമിനേഷൻ. സോ അപ്പൊ അത് അത്രയും സ്ട്രോങ് ആയിരുന്നു പ്രിലിംസ് പ്രിപ്പറേഷൻ ഇത്തവണ എന്നുള്ള ഒരു കാരണം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വരുന്നത് മെയിൻസിലേക്കാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും ചെയ്തത്, എനിക്ക് മുന്നേ കുറച്ച് ആൻസറും കാര്യങ്ങളും ഒക്കെ ഞാൻ എഴുതി അതിന്റെ വാല്യുവേഷൻ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ ഇരുന്നാൽ പോലും അത് ഭയങ്കര പാടാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് നമ്മളൊന്ന് പ്രിലിംസ് പാസ്സായി മെയിൻസിലേക്ക് വരുന്നത്. അപ്പൊ കൂടെ എഴുതുന്ന ആൾക്കാർ ഓൾറെഡി റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുണ്ട്, ഓൾറെഡി 3-4 മെയിൻസ് കഴിഞ്ഞവരുണ്ട്. സോ പല രീതിയിൽ സ്ട്രെങ്ത് നമ്മളെക്കാൾ ഉള്ളവരുണ്ട്. സോ വി വിൽ ബി ദ ലീസ്റ്റ് പോസിബിൾ പേഴ്സൺ ടു ക്വാളിഫൈ ദി മെയിൻസ് എന്നുള്ളത് ആദ്യമേ തലയിൽ ഉണ്ടാവും. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് മെയിൻസ് എന്നുള്ള നിലയിൽ അത് എപ്പോഴും എന്റെ ഇതിലുണ്ടായിരുന്നു. സോ ഞാൻ മാക്സിമം ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. മാക്സിമം ആൾക്കാരുമായിട്ട് ഇത് ചെയ്ത് ആൻസർ കാണിച്ച് ഡിസ്കസ് ചെയ്ത് പല അക്കാഡമിക്സിലും പല ആൾക്കാരും, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ സംസാരിച്ച ബാസ് സാറാണ്, സാറായിട്ടാണെങ്കിലും എല്ലാം ഞാൻ ആൻസേഴ്സ് പ്രോപ്പർ ആയിട്ട് കാണിച്ച് പലയിടത്തു നിന്നുള്ള ഫീഡ്ബാക്സ് കിട്ടി. ആ ഒരു രീതിയിൽ ആൻസറിന് റിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വാസ് ഓപ്പൺ ടു ഫീഡ്ബാക്സ്. ആൻസർ ചെയ്യുന്ന നോട്ട് ഉണ്ടാക്കി. ഞാനത് ടുവേർഡ്സ് ദി എൻഡ് പറയാം, അത് അവസാനത്തേക്ക് ഞാൻ പറയാം. അപ്പൊ ഫസ്റ്റ് തിങ് ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു, ഞാൻ ആൾക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് പല അപ്രോച്ചസ് ടു ആൻസേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം, എന്താണ് എന്റെ സ്ട്രെങ്ത്, എന്താണ് എന്റെ വീക്ക്നെസ്, ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി, ഞാൻ ഡെയിലി ആൻസർ ആയിട്ട് ചെയ്യുമായിരുന്നു. മെന്റർഷിപ്പ് ഗൈഡൻസിൽ തന്നെ ഒരു 5 ആൻസേഴ്സ് ഡെയിലി എഴുതി. അപ്പൊ അതിന്റെ ആൻസർ കീസ് നോക്കി. അപ്പൊ അവിടെ നിന്ന് കുറെ കണ്ടന്റ് കിട്ടുമായിരുന്നു. അതിന് 2 ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ 5 ആൻസർ എഴുതി അതിന്റെ ആൻസർ കീ നോക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. മെയിൻസ് ഇസ് നോട്ട് അബൌട്ട് സ്റ്റഡിങ് എവറിത്തിങ്. മെയിൻസ് ഇസ് അബൌട്ട് സ്റ്റഡിങ് സംതിങ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഇൻ എവറി ആൻസേഴ്സ്. ഒരേ ഡേറ്റ, ഒരേ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങളിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേപ്പറുകളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെ കൂടുതലായി കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വാട്ടർ യൂസ് എഫിഷ്യൻസിയുടെ ഒരു ഡേറ്റ ആണെങ്കിൽ നമുക്കത് GS1 ജോഗ്രഫിയിൽ എഴുതാൻ പറ്റും, GS3 എൻവയോൺമെന്റിൽ നമുക്കത് എഴുതാൻ പറ്റും. സെയിം ആണ് സൊസൈറ്റി. GS1 സൊസൈറ്റിയിലും GS2 സോഷ്യൽ ജസ്റ്റിസിലും ഒരേപോലത്തെ ഡേറ്റയും എക്സാമ്പിൾസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓൺലി ആ കീവേഡ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. സോ അങ്ങനെ ഏറ്റവും കൂടുതൽ റെക്കറിംഗ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്ന ഡേറ്റാസ് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട് പല ആൻസർ കീസിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടെസ്റ്റ് എടുക്കാൻ ഞാൻ നിന്നിട്ടില്ല. കാരണം പ്രിലിംസിലാണെങ്കിൽ ഞാൻ ഏകദേശം 100+ ടെസ്റ്റുകൾ, ഇൻക്ലൂഡിങ് ഈ പറയുന്ന ഫുൾ ലെങ്ത് ടെസ്റ്റും അതേപോലെ നമ്മുടെ സബ്ജക്ട് വൈസ് ടെസ്റ്റും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മെയിൻസിൽ ഞാൻ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതിനേക്കാൾ ഞാൻ ഡെയിലി ആൻസർ റൈറ്റിംഗ് ആണ് ചെയ്ത്. ടെസ്റ്റ് കുറച്ച് മാത്രം, എല്ലാത്തിന്റെയും ഓരോ ടെസ്റ്റ് വെച്ച് എടുത്തു. 2 സെറ്റ് ഓഫ് ഫുൾ ലെങ്ത് ടെസ്റ്റ് മെയിൻസിന് GS അതേപോലെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് പല അക്കാഡമിക്സിന്റെ ആൻസർ കീ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറയുന്ന പോലെ കിട്ടുന്ന പോയിന്റുകൾ, കീവേഡുകൾ എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിരുന്നു. ആൻഡ് സെയിം തിങ് വിത്ത് ഓപ്ഷണൽ. ഞാൻ മലയാളമായിരുന്നു. അപ്പൊ ഇവിടെ ജാലകം എന്ന് പറഞ്ഞ സരിത ടീച്ചറും മാഷുൽ സാറാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ടീച്ചറും സാറും ഞാൻ ആൻസർ എഴുതും. അവർ പറയുന്ന റിവ്യൂ വെച്ച് ഞാൻ മറ്റൊരു ആൻസർ കൂടെ കീപ്പ് ചെയ്യും. ഞാൻ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. ഒന്ന് എനിക്ക് ആൻസർ എഴുതാൻ, 2 സാറും ടീച്ചറും പറയുന്ന പോയിന്റ്സ് എഴുതാൻ. അപ്പൊ അങ്ങനെ പല ഇടത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഉണ്ടായിരുന്ന 2-3 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ ഭയങ്കര സ്ലോ ആണ്. കുഞ്ഞിലെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ട് തന്നെ അത് വൃത്തിയാകണം എന്നുള്ള ഒരു സാധനം എപ്പോഴും വന്ന് ഞാൻ സ്ലോയിലാണ് എല്ലാ കാര്യങ്ങളും എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോ മെയിൻസിൽ വന്നപ്പോഴത്തേക്ക് ആ സ്പീഡ് എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയി. എന്നോട് എല്ലാവരും പറഞ്ഞു, ഞാൻ ഈ പറയുന്ന പോലെ ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് 18 എണ്ണം 17 എണ്ണം ഒക്കെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് കുഴപ്പമില്ല, ഇവിടെ 17 ഉണ്ടാവുള്ളൂ, അവിടെ
ചെല്ലുമ്പോൾ അത് 20 ആവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, അവർക്കൊക്കെ 15 എഴുതാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ ഓക്കെ, എനിക്ക് 17 എഴുതാൻ പറ്റുന്നുണ്ട്, എന്റേത് 20 ആവും എന്ന് ഞാൻ വിചാരിച്ചു. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവരുടെയൊക്കെ 20 എന്റേത് 18, 19 തന്നെ നിന്നു. അപ്പൊ GS1 എനിക്ക് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ടൈം ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഏകദേശം എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ, എനിക്കൊന്ന് സുനാമിയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അറിയാം, പക്ഷെ എഴുതാൻ പറ്റിയില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യന്റെ പകുതിക്ക് വെച്ച് നിന്നും പോയി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1.25 ക്വസ്റ്റ്യനോളം GS1 മിസ്സായി. അപ്പൊ GS2 തൊട്ട് പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ വായിക്കാനോ ഇതൊന്നുമില്ല. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഇതിനകത്തായിരുന്നു. അങ്ങനെ GS2 പേപ്പർ ഞാൻ ബെല്ലടിക്കുന്നതിന് 1 മിനിറ്റ് മുന്നേ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി വന്ന് പേപ്പർ കൊടുത്തപ്പോഴാണ് ഞാൻ കണ്ടത്, ഞാൻ അതിന്റെ രജിസ്റ്റർ നമ്പർ എഴുതിയില്ല. പേപ്പർ മൊത്തം എഴുതി, രജിസ്റ്റർ നമ്പർ എഴുതിയില്ല. പിന്നെ ഞാൻ പുള്ളിയുടെ കാല് പിടിച്ച് തിരിച്ചു വാങ്ങിച്ച് രജിസ്റ്റർ നമ്പറൊക്കെ എഴുതി. GS3 വലിയ കുഴപ്പമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത്തവണത്തെ GS3 കുറച്ച് പ്രെഡിക്റ്റബിൾ ആയിരുന്നു, അപ്പം അത് വലിയ പ്രശ്നമില്ലാതെ പോയി. GS4 അഗെയിൻ വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ എഴുതി വന്നു. പക്ഷെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പറന്നുപോയി കയ്യിൽ നിന്ന്. പിന്നെ പക്ഷെ അത് എടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായില്ല. പിന്നെ ഞാൻ നമ്മുടെ ആൻസർ ഷീറ്റിൽ തന്നെ UPSC അങ്ങനെ ഒരു ഗുണം ചെയ്യും, ആൻസർ ഷീറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ടാണ് ഞാൻ ആൻസർ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ടൈം എനിക്ക് ഭയങ്കര പ്രശ്നം ആയിരുന്നു. അപ്പോ ടൈമിന്റെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സ് നമ്മുടെ എന്താ പറയണ്ട ഒരു ന്യൂറൽ ഹാൻഡ് കോർഡിനേഷന്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ 8 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് എത്ര സമയമാണെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മുടെ കൈക്ക് അറിയത്തില്ല. കാരണം നമ്മൾ 7 മിനിറ്റിൽ തന്നെ ആൻസർ എഴുതി ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 10 മിനിറ്റ് ഒക്കെ പോയാൽ നമ്മുടെ കൈ ആ രീതിയിലെ ചിന്തയും ഈ ഹാൻഡ് തോട്ട് കോർഡിനേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കുറച്ചുകൂടെ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ ആൻസർ എഴുതാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മെയിൻസ് പ്രിപ്പറേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്: മാക്സിമം ആൻസേഴ്സ് എഴുതുക. നമ്മൾ തന്നെ എഴുതിയിട്ട് കാര്യമില്ല, ഗൈഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെന്റർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റൂ. വി ഷുഡ് ബി ഓപ്പൺ ടു സജഷൻസ്, നോട്ട് ഒപ്പീനിയൻസ് എടുക്കരുത്. കാരണം പല ആൾക്കാർ പല ഒപ്പീനിയൻ പറയും. നിങ്ങളെല്ലാം മറ്റേ സൺഡയഗ്രത്തിൽ എഴുതിയാൽ മതി, അപ്പൊ സമയം ലാഭിക്കാന്ന് പറയും. അങ്ങനൊന്നും എഴുതിയ സ്കോർ കിട്ടില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ടു ദി ആൻസറിന്റെ ഒരു മോഡലിൽ തന്നെ നിൽക്കണം. ഒരുപാട് ഇന്നോവേഷൻ വരുത്തേണ്ട കാര്യമില്ല. ഒരു സ്റ്റാൻഡേർഡ് കോർ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വരുത്താൻ പറ്റുന്ന ലിമിറ്റഡ് ഇന്നോവേഷൻസ് നമ്മൾ ആ പേപ്പറിൽ വരുത്തിയാൽ മതി എന്നാണ് എന്റെ ഒരു അനുഭവം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പേപ്പർ എസ്സേ ആയിരുന്നു. എസ്സേ ഞാൻ തോട്ട് ഐ ഹാഡ് എ സ്ട്രെങ്ത്, കാരണം ഞാൻ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ നേരത്തെ ബാസാറാണ് എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എസ്സേ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വി റൈറ്റ് ജസ്റ്റ് എക്സാമ്പിൾസ്. നമ്മളോടൊരു കാര്യം പറഞ്ഞു, ഓക്കെ നോളജസ് അല്ലെങ്കിൽ വി ഹാവ് ലോസ്റ്റ് വിസ്ഡം ഇൻ ഇൻഫർമേഷൻ എന്നൊരു സാധനം തന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും അതിന്റെ എക്സാമ്പിൾ എഴുതിക്കൊണ്ടുവരും. പക്ഷെ എക്സാമ്പിൾ അല്ല, നമ്മൾ അതിനൊരു ആർഗ്യുമെന്റ്സ് വേണം എന്നുള്ള നിലയിലേക്ക് എസ്സേ ഒരുപാട് റീഷേപ്പ് ചെയ്തിട്ടുള്ള ഇത് ബാസു സാർ തന്നെയായിരുന്നു. ആൻഡ് അത് വളരെയധികം റിഫ്ലക്ട് ആയി എന്റെ സ്കോറിൽ. എനിക്ക് 116 ഉണ്ടായിരുന്നു, വിച്ച് ഇസ് കമ്പാരിറ്റീവ്ലി ഒരു എബോ ആവറേജ് സ്കോർ ആണ് ഇത്തവണത്തെ എസ്സേ സ്കോർ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതിൽ നിന്നും കുറച്ചുകൂടെ മാർക്ക് കിട്ടിയാനേ ഒരു ചെറിയ പ്രശ്നം പറ്റി. ലക്ഷറിയുടെ ഒരു ടോപ്പിക്കാണ് ഞാൻ എഴുതിയത്, അതിന്റെ സ്പെല്ലിംഗ് ഞാൻ തെറ്റിച്ചു. LUXURY എന്നാണ് ലക്ഷറി. ഞാനൊരു MA ഇംഗ്ലീഷ് ഹോൾഡർ ആയതുകൊണ്ട് പറയല്ല, അത് ഞാൻ തെറ്റിച്ചു. LUXUARY എന്ന് എഴുതി. ആ സ്പെല്ലിംഗ് ആ ഒരു ടോട്ടൽ എസ്സേ ഞാൻ 14 പേജ് എഴുതി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്റെ ടോപ്പിക് ഇതാണ്, ലക്ഷറിയസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി എന്നുള്ളതാണ്. അപ്പൊ എല്ലായിടത്തും ഞാൻ ലക്ഷറി എഴുതിയിട്ടുണ്ട്, എല്ലാ പാരഗ്രാഫിലും 5 ലക്ഷറി വെച്ചിട്ടുണ്ട്. അങ്ങനെ 13 പേജിൽ ഞാൻ ആ സ്പെല്ലിംഗ് തെറ്റിച്ചു. ആൻഡ് എന്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ പേപ്പർ തീരുന്നതിന് 5 മിനിറ്റ് മുന്നേ ഞാൻ അത് കണ്ടു. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയപ്പോൾ സ്പെല്ലിംഗ് വേറെയാണ്. പിന്നെ ഞാൻ ഇരുന്ന് വെട്ട് തുടങ്ങി. അപ്പൊ വെട്ട് തുടങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ എല്ലാം വെട്ടി മാറ്റിയേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കും. ആദ്യത്തെ 5 പേജിൽ ഞാൻ ലക്ഷറി വെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ലക്ഷറി അവർ ശ്രദ്ധിക്കും. പിന്നെ ഞാൻ ഇരുന്ന് വെട്ടി, പക്ഷെ സമയം തീർന്നു, എനിക്ക് മൊത്തം വെട്ടാൻ പറ്റിയില്ല. ആദ്യത്തെ 5 പേജിലെ ലക്ഷറിയും വെട്ടി, അവസാനത്തെ 5 പേജിലെ ലക്ഷറിയും വെട്ടി, നടുക്കത്തെ അതേപോലെ തന്നെ കിടപ്പുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 മാർക്ക് കൂടെ അധികം ചിലപ്പോൾ എസ്സേയിൽ വന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് മൈ എസ്സേ, GS പേപ്പേഴ്സ് ആൻഡ് ഓപ്ഷണൽ. മലയാളം ആൻഡ് ഇംഗ്ലീഷ്, ഐ മീൻ കമ്പൽസറി റീജിയണൽ ലാംഗ്വേജ് ആൻഡ് കമ്പൽസറി ഇംഗ്ലീഷ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം അവിടെ പ്രിസി റൈറ്റിംഗ്, നമ്മുടെ വാക്യത്തിൽ പ്രയോഗിക്കുക, സിനോണിം ആന്റോണിം, ഒരു ചെറിയ എസ്സേ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവിടെ എഴുതേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗുഡ് ആൻഡ് ഫൈൻ. നമുക്ക് മലയാളം അക്ഷരം അറിയാന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആവാൻ പറ്റുന്ന പേപ്പേഴ്സ് ആണ് ഈ കമ്പൽസറി റീജിയണൽ ലാംഗ്വേജും ഇംഗ്ലീഷും പേപ്പറും. ആൻഡ് പിന്നെയാണ് ഫൈനലി പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വരുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്, സാർ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ചെറിയ, അവിടെ ഞാൻ ഈ പറയുന്ന പോലെ ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. അതെന്റെ ടെറിട്ടറിയാണ്, ഞാൻ കുറെ പ്രസംഗം, ഡിബേറ്റ് കാര്യങ്ങൾക്കെല്ലാം പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ എന്റെ ഫസ്റ്റ് മോക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ റിവ്യൂ ഇതായിരുന്നു: മോനെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇത് ഇന്റർവ്യൂ ബോർഡിന്റെ അടുത്ത് വേണ്ട. ബിക്കോസ് ഈ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഡിബേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്റെ സൗണ്ട് ഭയങ്കര അഗ്രസീവാണ്.
ഇപ്പോഴാണെങ്കിൽ പോലും നിങ്ങളോട് കാര്യം സംസാരിക്കുന്ന ടോണിലല്ല ഞാൻ സംസാരിക്കുന്നത്, കുറച്ച് ആവേശം എപ്പോഴും കൂടുതലാണ്. സോ അവിടെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ അവർക്ക് വേണ്ടത് ദേ ആർ വെരി സീനിയർ സിവിൽ സർവൻസ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായത്തിനേക്കാൾ മുകളിലാണ്. സോ അവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട്, ഒരു പൊളൈറ്റ്നെസ് അവിടെ വേണം, വൈൽ കീപ്പിംഗ് എ ബാലൻസ് ഓഫ് കോൺഫിഡൻസ്. നമ്മളെ കോൺഫിഡന്റ് ആയിരിക്കണം, എന്നാൽ അതേസമയം നമ്മൾ പൊളൈറ്റും ആയിരിക്കണം എന്നൊരു അപ്രോച്ചാണ് നമുക്ക് ആ എക്സാമിൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോ ആ ഒരു സംഭവത്തിലേക്ക് വരണം, അതൊരു കോൺവെർസേഷൻ മോഡിലേക്ക് വരണം, അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ കുറെ എലമെന്റ്സ് ഈ പറയുന്ന ഇന്റർവ്യൂ പ്രിപ്പറേഷനകത്ത് ഉണ്ടായിരുന്നു. എലോങ് വിത്ത് ദാറ്റ് ഇപ്പൊ കേരളത്തെ കുറിച്ച്, എന്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയ മലയാളത്തെ കുറിച്ച്, എന്റെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സബ്ജക്ട് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച്, എന്റെ ഡിസ്ട്രിക്ട് ഞാനിപ്പോ താമസിക്കുന്ന, ഐ വാസ് വർക്കിംഗ് അറ്റ് സെക്രട്ടേറിയറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. സെക്രട്ടേറിയറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ എൻ നമ്പർ ഓഫ് തിങ്സിനെ കുറിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം. അപ്പൊ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോളജ് വേണം. കാരണം നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ട് അത് നമുക്ക് എന്താ കാര്യം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പോയിന്റ് ഇല്ല. അതിനെക്കുറിച്ച് നമുക്ക് പറയാനും അറിയണം. സോ അങ്ങനെ നോളജും വേണം, എന്നാൽ അതേസമയം കോൺഫിഡൻസും വേണം. അറ്റ് ദാറ്റ് ടൈം വി ഷുഡ് ബി പൊളൈറ്റ്. ആൻഡ് ഇതെല്ലാം ഒരു കമ്പൈൽ ചെയ്ത് വരുന്ന ഒരു കോൺവെർസേഷനിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരികയും വേണം. സോ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ച പോലല്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ സമയത്ത് ഞാൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗെയിൻ ഞാൻ മെയിൻസിൽ എന്താണോ ചെയ്തത് അല്ലെങ്കിൽ പ്രിലിംസിൽ എന്താണോ ചെയ്തത് അതേപോലെ പല സോഴ്സസിലേക്ക് ചെന്നു, പല ആൾക്കാരെ കണ്ടു, അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു, 1-on-1 സെഷൻസ് എടുത്തു. എല്ലാം എന്റെ പാസാറായിട്ടാണെങ്കിലും ബാക്കി പല അക്കാഡമിക്സിലുള്ള സീനിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സിവിൽ സർവൻസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് റിയൽ ഫീൽഡിലുള്ളവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഇവൻ അപ്പോയിന്റ്മെന്റ് എടുത്തു ചെന്നു, ഇത് എനിക്ക് ഇന്ന കാര്യങ്ങളെ കുറിച്ച് അറിവ് വേണം. അപ്പോ ആ കാര്യങ്ങളെല്ലാം അവര് കുറെയൊക്കെ നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടെ എക്സ്പീരിയൻസിൽ നമുക്ക് പോയിന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് പോയി. ആൻഡ് സെക്കൻഡ് തിങ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. മാക്സിമം ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ജോലിയുടെ ഇതുള്ളത് കൊണ്ട് തന്നെ കുറെ മിസ്സിങ് അവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു. അഗെയിൻ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ആണ് എന്നെ അവിടെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളൊരു പിയർ മോക്ക് ഇന്റർവ്യൂ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ ദിവസം ഓരോ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് വരണം എന്നാണ്. ഞാൻ പഠിച്ചിട്ട് വരില്ല. അപ്പോൾ അതിനും കൂടെ വേണ്ടി അവർ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഞാൻ അവരുടെ അടുത്തുനിന്ന് പഠിക്കും. പിന്നെ യൂഷ്വലി അവരെന്നോട് ചോദ്യം ചോദിക്കും. ഞാൻ ഒരു ദിവസം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആരാണെങ്കിലും അത് നോക്കിയിട്ട് വരും. ഞാൻ 2-3 ദിവസം നോക്കാണ്ട് വരും. അത് അവർക്കറിയാം. അപ്പൊ അവർ അത് തന്നെ വീണ്ടും ചോദിക്കും. അവസാനം നാണം കെട്ട് ഞാനിത് പഠിക്കും. അപ്പൊ അങ്ങനെ കുറെ ഈ പറയുന്ന ആളുകളുടെ സപ്പോർട്ടിലാണ് ഞാൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് കൂടുതലും ചെയ്തത്. അങ്ങനെ മാക്സിമം ഞാൻ കുറെയൊക്കെ കുഴപ്പമില്ലാതെ വന്നു. ആ ഇടയ്ക്കാണ് KS-ന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ അതുവരെ ഇന്റർവ്യൂവിന് അത്യാവശ്യം ഞാൻ കുറച്ചൊന്നും എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് KS-ന്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് ഓക്കെ. ഞാൻ ഓക്കെ, എന്തെങ്കിലും ആയല്ലോ, ഇനിയിപ്പോ പ്രശ്നമില്ല എന്നുള്ളത് ഞാൻ അതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു മുന്നേ ഇങ്ങനെയായിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ തവണ മാലിനി മാം പുള്ളിക്കാരി ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നെയാണ് KS-ന്റെ റിസൾട്ട് വന്നത്. ആൻഡ് അതിനുശേഷം ഇന്റർവ്യൂ ഭയങ്കര അടിപൊളിയായിട്ട് കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെയൊന്നും നടക്കില്ല, അതൊക്കെ വെറുതെയാണ്, എനിക്ക് എന്തായാലും അങ്ങനെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഒന്നും വരില്ല, ഞാൻ രണ്ടും ഒരേപോലെ ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ ആഫ്റ്റർ KS റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ കൊടുത്ത മോക്കുകളിലെല്ലാം എല്ലാവർക്കും നല്ല അഭിപ്രായം, ഒന്നും പറയാനില്ല. അപ്പൊ അത് കുറച്ച് സൈക്കോളജിക്കൽ കൂടിയാണ്. കാരണം നമ്മൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ, ഇനി എന്താ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഓക്കെ അത് കിട്ടിയില്ലെങ്കിൽ ഇത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോയാൽ കുറച്ചുകൂടെ നമുക്ക് ആൾക്കാരുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞത്. അത് ആദ്യമേ എനിക്ക് ആ തിരിച്ചറിവിൽ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് അങ്ങനല്ല, നമ്മൾ ഫ്രീ ആയിട്ട് ഓക്കെ ദിസ് ഇസ് എ വെരി സിമ്പിൾ കോൺവെർസേഷൻ എന്നുള്ള മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. ആൻഡ് ആ പറഞ്ഞ പോലെ February 19th എന്റെ ഇന്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഡേ ആയിരുന്നു. നമ്മൾ ചെന്നു രാവിലെ തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് കയറിയപ്പോൾ എനിക്ക് കിട്ടിയത് ദിനേശ് ദാസ് സാറിന്റെ ബോർഡാണ്. ഗുജറാത്ത് PSC ചെയർമാൻ ആയിരുന്നു. ആൻഡ് പുള്ളിയെ കുറിച്ചുള്ള എനിക്കുള്ള അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടിന് ഇന്റർവ്യൂവിന് 1 of the lowest മാർക്ക് ഇട്ട് കൊടുത്ത് പുള്ളിക്കാരി സർവീസസിൽ നിന്ന് പുറത്തായി എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഉറപ്പിച്ചു ഓക്കെ, പുള്ളിക്കാരിക്ക് അതാണെന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ച് ഇതൊക്കെ വന്ന ഒരുമിച്ചാണ്. അപ്പോ ഞാൻ എന്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച് അതുവരെ ഉണ്ടായിരുന്ന ഹൈപ്പ് എല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. ഞാൻ വീണ്ടും പക്ഷെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി. ഓക്കെ, വരുന്നത് വരട്ടെ, നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം, ഇതില്ലെങ്കിൽ KS എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലെ സംടൈംസ് ലോകം കോൺസ്പയർ ചെയ്യും എന്ന് പറയുന്നത് പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പുള്ളി ഇൻട്രൊഡക്ഷൻ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളി എന്തിനെ കുറിച്ചെങ്കിലും ചോദിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ BA MA ആണ്, ഞാനിപ്പോ ഇംഗ്ലീഷിൽ PhD ചെയ്യുന്നുണ്ട്, എന്റെ ടോപ്പിക് ഇതാണ്, എന്റെ വീട് ഇരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ പേര് വരെ ഞാൻ പറഞ്ഞു. ഇഫ് സംതിങ് അവിടെ നിന്ന് വരികയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നുമില്ലാതെ പുള്ളി എന്റെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ഓക്കെ യു ആർ എ പബ്ലിക് സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് ചോദ്യം
ലൈക് പുള്ളി എനിക്കൊരു ടോപ്പിക് എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ, അതാണ് എന്റെ ലോട്ടറി, അല്ലെങ്കിൽ അതാണ് അതുവരെയുള്ള ഇതിനകത്ത് വളരെ അനുകൂലമായി സംഭവിച്ച ഒരു ഘടകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് അതായിരുന്നു എന്റെ കംഫർട്ട് സോൺ. ഈ ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള സംസാരങ്ങൾ എനിക്ക് വഴങ്ങില്ല. ബട്ട് ആ ഒരു ഒരു എലക്യൂഷൻ അല്ലെങ്കിൽ സ്പീച്ച് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ഡൊമൈനിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ആ റെസ്ട്രെയിന്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ അവരൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ദം ആസ്കിങ് കൗണ്ടർ ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിന്റെ ഒരു പ്രസന്റേഷൻ ആണ്. ഇപ്പൊ ഞാനൊരു 3-4 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാലേ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും ഒരു സേഫ് സോൺ ആയിരുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് സംസാരിച്ചു തുടങ്ങി. ഞാൻ സംസാരിച്ചു തുടങ്ങിയ പുള്ളി ടോപ്പിക്ക് മാറ്റി, പുള്ളി പലതവണ ടോപ്പിക്ക് മാറ്റി. ഞാൻ എല്ലാ ടോപ്പിക്കിലും ഞാൻ സംസാരിച്ചു. സോ അത് എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻട്രി ആൻഡ് ലാൻഡിങ് ടു ദ ബോർഡ് കിട്ടി. പിന്നെ ഞാൻ ചില്ലായി, കാരണം എനിക്കറിയാം ഫസ്റ്റ് ഹാഫ് ഓക്കെ ആണ്, ഇനിയിപ്പോ ബാക്കി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡീൽ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഞാനും ഒന്ന് റിലാക്സ് ആയി. അവരും ഒന്ന് ഓക്കെ, എന്തോ ഒരു കാര്യത്തിൽ ഓക്കെ, ദേ ആർ ഓക്കെ വിത്ത് ദി സ്പീച്ച് എന്ന് എനിക്കും മനസ്സിലായി. പിന്നീട് വളരെ കൂളായിട്ട് തന്നെ എനിക്ക് ചില ചോദ്യങ്ങൾ ഞാൻ ഐ ഡോണ്ട് നോ പറഞ്ഞു, എനിക്കറിയില്ല, അത് ഞാൻ പറഞ്ഞു. പിന്നെ ചിലയിടങ്ങളിൽ ഈ പറയുന്ന പോലെ ചില മൊമെന്റ്സിൽ നമ്മൾ ലൈക്ക് എന്താ പറയണ്ടേ, ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ അഡ്വൈസബിൾ ഇൻ എ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഓഫ് UPSC ഓർ എനിവെയർ. എന്നോട് രണ്ടാമതിരുന്ന ബോർഡ് മെമ്പർ എന്നോട് ചോദിച്ചത്, ദർ ഇസ് എ പേഴ്സൺ ഹു വാസ് ദ കളക്ടർ ഓഫ് കൊല്ലം ഹു ബിക്കേം എ ഗവർണർ ലേറ്റർ. അപ്പം അതെനിക്കറിയാം. ഞാൻ പറഞ്ഞു സാർ ആനന്ദബോസ് സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നോട് ചോദിച്ചു, വാട്ട് ആർ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് CV ആനന്ദബോസ്? എനി പേഴ്സൺ വുഡ് സേ അറ്റ് ദാറ്റ് സിറ്റുവേഷൻ ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞത് സോറി സർ, ഐ വാസ് നോട്ട് ബോൺ വെൻ ഹി വാസ് ദ കളക്ടർ. പുള്ളി കളക്ടർ ആയിരുന്നപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒഡാസിറ്റിയാണ് ഞാൻ അവിടെ കാണിച്ചാൽ. എനിക്കറിയില്ല എന്ത് ഔട്ട് ഓഫ് വാട്ട് ഇൻസ്പിറേഷൻ ആണെന്നല്ല, ബട്ട് സ്റ്റിൽ അതൊക്കെ അവർ ആ ഒരു സെൻസിലാണ് എടുക്കുക. എന്ന് വെച്ചാൽ അവിടെ പോയി അത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അത് കംപ്ലീറ്റ്ലി അത് കോണ്ടെക്സ്റ്റും ആളും സ്പെസിഫിക് ആയിട്ടേ ചെയ്യാവുള്ളൂ. ബട്ട് നമുക്ക് അങ്ങനെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ മൂഡിലേക്ക് അത് മാറി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. സോ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കോൺവെർസേഷൻ മാറി, എല്ലാം ഓക്കെ ആയി, വളരെ ഫൈൻ ആയിട്ട് തന്നെ അത് അവസാനിച്ചു. ആൻഡ് ഞാനൊരു 190 ഒക്കെ എക്സ്പെക്ട് ചെയ്തു, ബിക്കോസ് ദാറ്റ് ഇസ് എ ഗുഡ് എബോ ആവറേജ് മാർക്കാണ് 190. എനിക്ക് ഒരു 215 വന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ 25 മാർക്ക് മുകളിലായിരുന്നു ഞാൻ ഇന്റർവ്യൂവിന്റെ മാർക്ക് ലാൻഡ് ചെയ്തത്. ആൻഡ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ലിസ്റ്റിൽ ഞാൻ കയറിയത്. ഇഫ് ഇന്റർവ്യൂവിന് എനിക്ക് 202 മാർക്കിൽ താഴെ ആയിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ ഇൻ ദി റാങ്ക് ലിസ്റ്റ്. അപ്പൊ 202 ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്ന മാർക്ക് മിനിമം. പക്ഷെ എനിക്ക് അതിനും കൂടുതൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ റാങ്ക് ലിസ്റ്റ് ക്വാളിഫൈ ആയത്. സോ ഇതായിരുന്നു എന്റെ ഒരു പ്രിപ്പറേഷൻ ജേർണിയുടെ ഫേസസ്. ഞാൻ ആദ്യം പറഞ്ഞ 2-3 അറ്റംപ്റ്റിന്റെ ഫേസും ഈ സക്സസ്ഫുൾ ആയ അറ്റംപ്റ്റിന്റെ 3 ഫേസസും ഇതായിരുന്നു. ആൻഡ് ഇനി മൂന്നാമത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവാവുന്ന ചില ജനറൽ കൺസേൺസ് ആയിരുന്നു. മെയിൻസിന്റെ മാർക്സ് 960 സംതിങ് ആയിരുന്നു. എന്റെ ഓർമ്മ 961 എന്തോ ആണ്. പ്ലസ് 271 ആണ് എനിക്ക്. 961 അല്ല, സോറി, 761 പ്ലസ് 215 ആയിരുന്നു. 976 ആണ് എന്റെ ടോട്ടൽ മാർക്ക്. അതാണ് ഇത് വന്നത്. മെയിൻസിന്റെ ടോട്ടൽ 761 ആയിരുന്നു. ഇനി ഈ പറഞ്ഞ പോലെ അരുൺ ഇപ്പൊ ചോദിച്ച പോലെ തന്നെ കുറെ കാര്യങ്ങൾ എല്ലാ ആൾക്കാരും എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. ഒന്ന്, എക്സാമിന് കോച്ചിങ് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. കോച്ചിങ് ഡെഫിനറ്റ്ലി ആവശ്യം ഇല്ലാത്ത ഒന്നാണ് ഇഫ് യു ആർ എ ഡിസിപ്ലിൻ പേഴ്സൺ. അതാണ് വിത്ത് ക്ലോസോട് കൂടിയാണ്. കാരണം എന്നെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോപ്പറായിട്ട് എന്ത് പഠിക്കണം, എത്ര വരെ പഠിക്കണം എന്ന് എനിക്കറിയില്ല. എന്നോടൊരു ഇൻഫർമേഷൻ തന്നൊരു 100 പോയിന്റ് എന്നാൽ ഞാനത് എങ്ങനെയെങ്കിലും 10-20 പോയിന്റ് പഠിക്കാനാണ് നോക്കുന്നത്. ചില ആൾക്കാരുണ്ട് 100 പോയിന്റ് കൊടുത്താൽ 150 പോയിന്റ് പഠിക്കാൻ നോക്കും. ഇത് രണ്ടും അല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു ഒപ്റ്റിമം ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വേണം. ആ ഒപ്റ്റിമം ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. സോ അതാണ് ഒരു ഫാക്ടർ. 2, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ പറയുന്നത് പോലെ നമുക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ പ്രിലിംസിലാണെങ്കിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവിടെ നമുക്ക് ആ ഒരു പ്രാക്ടീസും എന്താ പറയണ്ട, അതിന് ചില ലോജിക്കൽ മെത്തേഡ്സ് ഓഫ് പ്രിലിംസ് സോൾവിംഗ് ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടീസും ഡെഫിനറ്റ്ലി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മെയിൻസിലേക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്കും വന്നു കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയോ എഴുതി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാർക്കാവില്ല. അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സ്ട്രാറ്റജി വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിത്തം എവിടെ നിർത്തണമെന്നോ എവിടെ തുടങ്ങണമെന്നോ അറിയാതെ വരും. സോ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ല, നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട് UPSC സർക്കിൾസിൽ കണക്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഗൈഡൻസ് ആൻഡ് കോച്ചിങ് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് കുറെ നാളുകളായിട്ട്. ഞാനൊരു 5 വർഷമായിട്ട് ഇവിടെ പല രീതിയിൽ നിൽക്കുന്നത് ഇതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം അങ്ങനെയാണ്. ഐ ഹാവ് ഓൾസോ സീൻ പീപ്പിൾ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു 2 or 3 years ബാക്ക് ദർ വാസ് എ പേഴ്സൺ ഫ്രം കേരള. ഷീ ക്വാളിഫൈഡ് വിത്ത് റാങ്ക് 6 വിത്തൗട്ട് കോച്ചിങ്. അപ്പോൾ അങ്ങനെയും ചെയ്ത ആൾക്കാരുണ്ട്.
അത് ഒരു ഫേസ് ഓഫ് ഇത്. ഇനി രണ്ടാമത്തേത് എപ്പോ പ്രിപ്പറേഷൻ തുടങ്ങാം എന്നുള്ളതാണ്. ഇപ്പൊ പ്രിപ്പറേഷൻ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിലാണ്, ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും കോളേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ പറയും അത് ഇപ്പോഴാണ് പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള സമയം. കാരണം നാളത്തേക്ക് മാറ്റിവെച്ചാൽ നടക്കില്ല. പക്ഷെ തുടങ്ങേണ്ട രീതി വ്യത്യസ്തമാണ്. ഇപ്പൊ ഞാൻ സ്കൂൾ സ്റ്റുഡൻസിനോടാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് വായിക്കുക, നിങ്ങളുടെ സ്കൂളിലെ NCERT ടെക്സ്റ്റോ SCERT ടെക്സ്റ്റോ പ്രോപ്പർ ആയിട്ട് വായിക്കുക എന്ന് പറയും. പക്ഷെ കോളേജ് ഗോയിങ് ആണെങ്കിൽ ഞാൻ ഇത് രണ്ടും പറയും. NCERT റീവിസിറ്റ് ചെയ്യാൻ പറയും. ഈ പറയുന്ന ന്യൂസ് പേപ്പർ കുറച്ചുകൂടെ സീരിയസ് ആയി ചില സെലക്ടഡ് ചാപ്റ്റേഴ്സ് വായിക്കാം, സെലക്ടഡ് പേജസ് വായിക്കാൻ പറയും. പ്ലസ് PYQ നോക്കി സിലബസ് നോക്കി എന്താണ് എക്സാം എന്ന് മനസ്സിലാക്കാൻ പറയും. ആൻഡ് കുറച്ചുകൂടെ വന്ന് ഒരു കോളേജൊക്കെ കഴിഞ്ഞ് അടുത്ത വർഷം അറ്റംപ്റ്റ് കൊടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെയും പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിട്ടില്ല. ബട്ട് ഓൺലി തിങ് ഇത്രയും കാര്യങ്ങളോടൊപ്പം നിങ്ങൾ എന്തും കൂടെ ചെയ്യണം. നിങ്ങൾ ആ കോർ ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പൊ പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത്, മോഡേൺ ഹിസ്റ്ററിക്ക് സ്പെക്ട്രം, ഇന്ത്യൻ എക്കണോമിക്ക് പല ടെക്സ്റ്റ് ഉണ്ട്, അതിൽ ഇഷ്ടമുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ടെക്സ്റ്റുകൾ കൂടെ വായിച്ചു തുടങ്ങാൻ ഞാൻ പറയും. സോ സമയം ഇപ്പോഴാണ്, ആർക്കാണെങ്കിലും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഇപ്പോഴാണ്. പക്ഷെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട രീതിയും അതിന്റെ പേസും മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയും പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് NCERT പ്രിപ്പറേഷൻ. അപ്പോൾ NCERT ടെക്സ്റ്റ് എല്ലാം വായിക്കണം എന്ന് നിർബന്ധമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു സബ്ജക്ട്, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത്, എന്നിട്ട് ഞാൻ വന്നിട്ട് എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ബിക്കോസ് ഞാൻ 10th കഴിഞ്ഞ് ബയോമാക്സ് എടുത്ത ആളാണ്. അപ്പൊ 10th എക്കണോമിക്സ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ അപ്പൊ ഈ ഒരു ഗ്യാപ്പ് എനിക്ക് ഫില്ല് ചെയ്യണമല്ലോ. അപ്പൊ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഞാൻ NCERT ടെക്സ്റ്റ് തന്നെ എടുത്ത് വായിക്കണം. അത് +1 +2 മാത്രം വായിച്ചാൽ മതി. പക്ഷെ നമുക്ക് എക്കണോമിയെ കുറിച്ച് അത്രയും കൂടി ഓർമ്മയില്ല. എനിക്ക് ഫൗണ്ടേഷൻ തൊട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 6th തൊട്ട് വായിക്കണം. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പേഴ്സൺ ടു പേഴ്സൺ. ഒരാളുടെ ഒരു സബ്ജക്റ്റിലെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു സബ്ജക്റ്റിലെ ഇൻട്രസ്റ്റും അനുസരിച്ചാണ് NCERT എവിടം തൊട്ട് എവിടം വരെ വായിക്കണം എന്നുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി കമ്പൽസറി റീഡ് ആയിട്ടുള്ള NCERTs ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് പറയുന്നത് എപ്പോഴും ജോഗ്രഫിയാണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ്, ഈ 2 ടെക്സ്റ്റ്. കാരണം ജോഗ്രഫിക്ക് കിട്ടാവുന്ന അത്യാവശ്യം സ്റ്റാൻഡേർഡ് മെറ്റീരിയലും അതാണ്. അതേപോലെ തന്നെ NCERT രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോഗ്രഫി കുറച്ച് വീക്ക് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ 2 വായിച്ചാൽ മാത്രം പോരായിരുന്നു. സോ ഞാൻ കുറച്ചുകൂടെ പഴയ 6th 7th തൊട്ടുള്ള ജോഗ്രഫി തന്നെ ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. പൊളിറ്റിയുടെ എനിക്ക് തോന്നുന്നു 8th or 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. അത് അത്യാവശ്യം നല്ലൊരു ബിഗിനിങ് ടെക്സ്റ്റ് ആണ് പൊളിറ്റി. ആൻഡ് ലക്ഷ്മികാന്ത് ആണ് അതിന്റെ ഏറ്റവും കോറായിട്ട് എല്ലാവരും വായിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്തായാലും വായിച്ചിരിക്കണം. അതിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് നമുക്ക് വായിക്കാവുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. ആൻഡ് എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. +1 or +2 ലെവൽ ടെക്സ്റ്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. പിന്നെ ഹിസ്റ്ററിയിൽ 3 പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഉണ്ട്. അവർ പാസ്റ്റ് 1, അവർ പാസ്റ്റ് 2, അവർ പാസ്റ്റ് 3. അവർ പാസ്റ്റ് 1 ഏൻഷ്യന്റ്, അവർ പാസ്റ്റ് 2 മിഡീവൽ, അവർ പാസ്റ്റ് 3 മോഡേൺ. പിന്നെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. അത് കുറച്ചുകൂടി അഡ്വാൻസ് റീഡിംഗ് ആണ്. അപ്പൊ അത് ഹിസ്റ്ററിയിൽ പറയുന്ന പോലെയാണ്. ചില ആൾക്കാർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ഒരുപാട് ഡെപ്തിൽ വായിക്കാതെ ഒരു ബേസിക് റീഡിംഗ് നമുക്ക് നടത്താം. ആൻഡ് ഹിസ്റ്ററിയിൽ ഞാൻ കണ്ടുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അനദർ ഫൗണ്ടേഷൻ മെറ്റീരിയൽ തമിഴ്നാട് SCERTയുടെ ടെക്സ്റ്റുകളാണ്. 2 ടെക്സ്റ്റുകളുണ്ട്, മോഡേൺ, മിഡീവൽ, ഏൻഷ്യന്റ് കവർ ചെയ്യുന്ന 2 +1 +2 ആയിട്ടുള്ള. അതും അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന NCERT ടെക്സ്റ്റ്. എൻവയോൺമെന്റിൽ അങ്ങനെ ഒരു സ്പെസിഫിക് NCERT ഇല്ല. അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജിക്കും അങ്ങനെ ഒരു NCERT നമുക്ക് വായിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള സബ്ജക്ട്സിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന NCERTs ആണ് ഞാൻ ഈ ലിസ്റ്റ് ചെയ്തത്. ആൻഡ് ബാക്കി എല്ലാ കാര്യങ്ങളും സബ്ജക്ട് ടു ദി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ് ഓഫ് ദി കാൻഡിഡേറ്റ് ആണ് നമ്മൾ NCERT നോക്കേണ്ടത്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് CSAT എന്ന് പറയുന്നത്. CSAT ശരിക്കും ഭയങ്കര സിമ്പിളാണ്. അത് നമ്മൾ കൊണ്ട് കളയുന്നത് നമ്മൾ ഈ പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ടാണ്. കാരണം നമ്മൾ ആലോചിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതർ നമ്മളെല്ലാവരും ഒന്നെങ്കിൽ നമ്മളൊരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു. സയൻസ് ഓർ കൊമേഴ്സിനാണെങ്കിലും മാത്സ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മൾ മാത്സ് കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ മാത്സിൽ വർക്ക് ചെയ്താൽ നമുക്ക് അവിടെ 55 ക്വസ്റ്റ്യൻ മാത്സ് ഉണ്ട്. ഈവൻ കോംപ്രിഹെൻഷനിൽ നമുക്ക് അത്രയും സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പോലും മാത്സ് മാത്രം പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പ്രശ്നം വരുന്നത് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ മാത്സ് 10th വിട്ട ആൾക്കാർക്കൊക്കെ ഒരു ചലഞ്ച് വരുന്നുണ്ട്. എഗെയിൻ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് 25 ചോദ്യങ്ങൾ കോംപ്രിഹെൻഷനിൽ നിന്നുണ്ട്. അത് 28 വരെ കൂടിയ വർഷങ്ങളുണ്ട്, 22 വരെ കുറഞ്ഞ വർഷങ്ങളുണ്ട്. ഓൺ ആൻ ആവറേജ് 25. അതിലൊരു 20 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ 45 മാർക്കാം. ഞാൻ തെറ്റും കൊണ്ട് നെഗറ്റീവ് കൂടെ കുറച്ചിട്ടാ പറയുന്നത്. 25 ഉണ്ടെന്ന് കൂട്ടുക, 20 എണ്ണം ശരിയായി, 5 എണ്ണം തെറ്റി. എന്നാലും നമുക്ക് 45 മാർക്കോളം നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു മാർക്ക് ക്രോസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു 21 അല്ലെങ്കിൽ 22 മാർക്കാണ്. 22 പോട്ടെ,
25 മാർക്കായിട്ട് നമ്മൾ കൂട്ടിയാൽ പോലും 10 മാത്സ് ക്വസ്റ്റ്യൻ നമുക്ക് ശരിയാക്കിയാൽ മതി. ആ 10 മാത്സ് ക്വസ്റ്റ്യൻ അവിടെ തന്നെ ഉണ്ട്, നമ്മൾ കാണാഞ്ഞിട്ടാണ്. ഫോർ എക്സാമ്പിൾ കലണ്ടർ, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, മറ്റേ നമ്പർ സീരീസ്, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുമ്പോൾ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മുടെ ഈഗോ പോവും, നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കും, നമ്മൾ പഠിച്ചത് ഓർക്കാൻ നോക്കും. നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടാവും, കോച്ചിങ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ സിസാറ്റിൽ നമ്മൾ ഭയങ്കര ഇക്വേഷനൊക്കെ ഓർത്തെടുത്ത് ചെയ്യാൻ നോക്കും, ആൻസർ കിട്ടില്ല, ടെൻഷൻ ആവും. അങ്ങനെ ഒരു 3-4 ടെൻഷൻ ആവുമ്പോൾ നമ്മൾ എന്നാ കോംപ്രിഹെൻഷൻ ചെയ്യാന്ന് പറഞ്ഞു പോകും. അപ്പൊ എന്ത് പറ്റും, വീണ്ടും കോംപ്രിഹെൻഷനിൽ നമ്മൾ ടെൻഷൻ ആവും, കാരണം ഈ സാധനം കിടക്കുകയാണ്. അപ്പൊ കോംപ്രിഹെൻഷൻ നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല, അവിടെയും തെറ്റും ഇവിടെയും തെറ്റും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന മാത്സ് എല്ലാം പേപ്പറിന്റെ അവസാന ഭാഗത്തുണ്ടാവും. അപ്പൊ നമുക്ക് നിരാശയും അടിക്കും. സോ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെ നിന്നാണോ അവിടെ തുടങ്ങുക. മാത്സ് ആണെങ്കിൽ അത് തുടങ്ങുക. ഇനിയിപ്പോ കോംപ്രിഹെൻഷൻ ആണെങ്കിൽ, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്, അപ്പോൾ ഞാൻ കോംപ്രിഹെൻഷന് വെച്ചിട്ടാണ് എപ്പോഴും തുടങ്ങുക. പക്ഷേ കോംപ്രിഹെൻഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ആ പേപ്പർ ഒന്ന് മറിച്ചു നോക്കിയിട്ട് ഈസി മാത്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കും. എങ്ങനെ പോയാലും ഒരു 5 to 10 ഉണ്ടാവും. ഈ പറഞ്ഞ ഡയറക്ഷൻ, നമ്പർ സീരീസ്, അതപ്പൊ ചെയ്യാൻ നോക്കണ്ട. അപ്പൊ ചെയ്യാൻ നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഗുലുമാലുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ ആവും. പക്ഷേ ഈ 10 ഞാൻ മാർക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം എന്റെ 25 മാർക്ക് അവിടെ കിടപ്പുണ്ട്. 10 എനിക്ക് അറിയാവുന്ന മാത്സിൽ 25 മാർക്ക് എനിക്കുണ്ട്. അപ്പൊ എനിക്ക് കോംപ്രിഹെൻഷൻ സമാധാനമായിട്ട് ചെയ്യാം. കോംപ്രിഹെൻഷൻ ഒരു 45 minutes to 1 hour ഞാൻ തീർക്കുകയും ചെയ്യും. പിന്നെ 1 hour ഈസി ക്വസ്റ്റ്യൻസ് 10 ഉണ്ട്, അതായത് 10 മിനിറ്റിൽ ചെയ്യാം. പിന്നെയും എനിക്കൊരു 45 to 50 minutes ബാക്കിയുണ്ട്. പോട്ടെ, ഒരു 40 minutes ബാക്കിയുണ്ട്. ഏത് ബാക്കിയുള്ള ടഫ് മാത്സ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ടഫ് ഒന്നും അല്ല, ഒരു 11th 12th ലെവൽ മാത്സ് ക്വസ്റ്റ്യൻസ് പോലും പോയി തപ്പി എടുത്തിട്ട് ചെയ്യാനുള്ള സമയം എനിക്കുണ്ട്. അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെ റിസ്ക് എടുക്കാതിരിക്കാൻ, ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് 2023 ആണ് കഴിഞ്ഞ ഒരു 5-6 വർഷത്തിൽ വന്നതിൽ ഏറ്റവും ടഫ് സിസാറ്റ്. അപ്പൊ ആ പേപ്പർ ചെയ്യുമ്പോൾ എനിക്ക് അറിയാം ഇത് ടൈറ്റ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഈഗോ ഹർട്ടായി. ഓക്കെ, ഞാൻ എല്ലാവരും പറഞ്ഞ സിസാറ്റ് എന്തായാലും പാസ്സാവും, എനിക്ക് എല്ലാ കൊല്ലവും 100 ഒക്കെ ഉള്ളതാണ്, അപ്പൊ ഈ വർഷം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് 40 ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു സാധനം വർക്ക് ചെയ്തിട്ട് ടഫ് ക്വസ്റ്റ്യൻസിൽ മാത്രം നിന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് അത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അതിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് 1 മുതൽ 1000 വരെ. ആ വർഷം ഉണ്ടായിരുന്നില്ല, 1 വരെ 1000 വരെ ഉള്ള നമ്പേഴ്സിൽ എത്ര തവണ 8 എന്ന് പറയുന്ന ഡിജിറ്റോ 9 എന്ന് പറയുന്ന ഡിജിറ്റോ ഏതോ ഒന്ന് ഉണ്ട് എന്നുള്ളത് ഞാൻ വളരെ സമാധാനമായിട്ട് 1 തൊട്ട് 1000 വരെ എഴുതി. എന്നിട്ട് ഞാൻ അതിരുന്ന് അതിനകത്തുള്ള 9 എണ്ണി എടുത്തു. എനിക്കൊരു 2-3 മിനിറ്റ് എടുത്താണ് ഇത് ഇത്രയും ചെയ്യാനായിട്ട്. പക്ഷെ ആ സമയം കൊണ്ട് എനിക്ക് 2.5 മാർക്ക് കിട്ടി. സെയിം ആണ് കലണ്ടർ ക്വസ്റ്റ്യൻ. ഞാൻ ആ വർഷത്തെ കലണ്ടർ മൊത്തം വരച്ചിട്ട് എണ്ണി എടുത്ത് ആൻസർ ചെയ്യും. അപ്പൊ എന്റെ സമയം ഒരു 2-3 മിനിറ്റ് പോയാലും എനിക്ക് ഇവിടെ എല്ലാം 2.5 മാർക്ക് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു 15 മിനിറ്റിൽ ഇതേപോലത്തെ ഒരു 5 ചോദ്യം അല്ലെങ്കിൽ ഒരു 6 ചോദ്യം ചെയ്താലും എനിക്ക് 15 മാർക്ക് അവിടെ ആയി. പിന്നെ എന്റെ അറിയാവുന്ന ഈസി മാത്സ് 25 ഉണ്ട്. അപ്പം 25 + 15 ഒരു 40 മാർക്സ് ആയി. പിന്നെയും എനിക്ക് ആ 45 മാർക്സ് എവിടെ ഉണ്ടായിരുന്നു, കോംപ്രിഹെൻഷനിൽ ഉണ്ടായിരുന്നു. ആൻഡ് ലിറ്ററലി ഞാൻ പറയാണ്, എനിക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പ്രോബബിലിറ്റി ഇത് രണ്ടിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം അത് അത്രയും വരുമെന്ന് വിചാരിക്കുകയാണ് 2023 സിസാറ്റ് ഞാൻ കൊടുത്ത്. ആ വർഷം എനിക്ക് 90 മാർക്ക് ഉണ്ടായിരുന്നു. ഇത്രയും ടഫായിട്ട് എനിക്ക് 50 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഒരു 45 to 50 റേഞ്ചിലാണ് എവിടെയോ നിന്ന്. യൂഷ്വലി ഞാൻ 60 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നതാണ്. 50 വരെ എത്തിക്കുക, അതെങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അത്രയും ചെയ്തിട്ട് പോലും എനിക്ക് 90+ ഞാൻ ആ സിസാറ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആൻസർ കീസ് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സിസാറ്റ് മാർക്ക് കുറയുമെന്ന് വിചാരിച്ചത് ഈ 2025 വർഷമാണ്. ഞാൻ മിക്ക ആൻസർ കീസിലും സിസാറ്റ് നോക്കിയപ്പോൾ എനിക്ക് 85-90 മാർക്ക്, അല്ല 80-85 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് മാറിയാൽ തന്നെ സിസാറ്റ് ചിലപ്പം പൊട്ടുവോ എന്നൊക്കെ ഞാൻ എല്ലാവരോടും വന്ന ആശങ്ക പറഞ്ഞായിരുന്നു. ആ സിസാറ്റിന്റെ മാർക്ക് വന്നപ്പോൾ എനിക്ക് 121 മാർക്കുണ്ട്. അത് എവിടെ നിന്ന് വന്നു എന്ന് കൂടി എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിസാറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ അതിനെ ഒന്ന് സ്ട്രാറ്റജൈസ് ചെയ്യുക, ടെൻഷൻ ഇല്ലാതെ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിസാറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. എലോങ് വിത്ത് ദാറ്റ് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് മാത്സ് പഠിക്കുക. കുറച്ച് മാത്സ് യൂട്യൂബ് ചാനലിൽ കയറി പഠിച്ച് അതിലൊരു പ്രാക്ടീസും പ്ലസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈൻഡ് സെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിസാറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ബേസിക് ആയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോ കറക്റ്റ് ഏകദേശം 1 hour നിയർലി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം, ഞാൻ അതിന് ഓരോന്നോരോന്നായിട്ട് അഡ്രസ് ചെയ്യാം. അരുൺ ഇവിടെ എസ് എ പ്രിപ്പറേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എസ് എയുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോപ്പിക്സിനെ ഞാൻ തീമായിട്ട് നോക്കി. ChatGPT ഇട്ടിട്ട് കുറെ വർഷത്തെ ടോപ്പിക്സ് കൊടുത്തിട്ട് ഗീവ് മീ മേജർ തീംസ്. അപ്പൊ അത് ഡേറ്റ നമ്മളൊന്നും ചെയ്യണ്ട, അത് തന്നെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്ക് തരും. ഓക്കെ, നോളജ് വേഴ്സസ് വിസ്ഡം ഇത്രയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ലക്ഷറി
പോലത്തെ തീം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസസ് ആർ നോളജ്. ആ തീമിലൊക്കെ ഒരുപാട് ടോപ്പിക്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് അത് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ ഏറ്റവും കോർ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് വേണ്ട കുറച്ച് കഥ. അതിൽ ഞാൻ പറയുന്നത്, ഞാൻ ഇത്തവണ ചെയ്തൊരു മിസ്റ്റേക്ക്, സ്ഥിരം കഥകൾ തന്നെ. ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത്, ബുദ്ധൻ വീട്ടിൽ നിന്ന് പോയത്, ഇതില്ലാത്ത ഒരു എസ്സേ പേപ്പറും ഇല്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് എല്ലാവരും പറയുന്നത്. സോ അങ്ങനത്തത് മാറ്റി കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അനക്ഡോട്ടുകളും കാര്യങ്ങളും കണ്ടുപിടിച്ചു വെക്കാം. പിന്നെ അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുമ്മാ എക്സാമ്പിൾ ഇട്ട് പോകാതെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട്, ഇപ്പൊ ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി, അതാണ് എന്റെ ടോപ്പിക് എങ്കിൽ ഒരു സാധനം എഴുതി, ഓക്കെ ഇതുകൊണ്ട് ലക്ഷറി ആർട്ടിഫിഷ്യൽ പോവർട്ടി ആണ്, ഇതുകൊണ്ട്, അങ്ങനെ അല്ലാതെ എന്തുകൊണ്ട് ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ പല ആർഗ്യുമെന്റ്സ് വെക്കാം. ഓക്കെ, വെൻ വി ആർ ഫോളിങ് ഇൻ ടു ലക്ഷറി വി ഡോണ്ട് സീ ദി പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ നിങ്ങൾക്ക് ഒരു ആർഗ്യുമെന്റ് വെക്കാം, എന്നിട്ട് അതിനൊരു ഉദാഹരണം കൊടുക്കാം. രണ്ട്, ലക്ഷറിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് വി ആർ നോട്ട് എക്സ്പീരിയൻസിങ് ദി അൺഎക്സ്പീരിയൻസ്ഡ്, അല്ലെങ്കിൽ പ്രകൃതിയിലെ കുറെ കാര്യങ്ങൾ നമുക്ക് മിസ്സാവുന്നു, അപ്പൊ അതും പോവർട്ടി ആണ് എന്ന് പറഞ്ഞ് കൊടുക്കാം. പിന്നെ മൂന്നാമത്, ബാക്കിയുള്ളവരെ സഹായിക്കുന്നതാണ് ശരിയായിട്ടുള്ള റിച്ച്നെസ്. അങ്ങനെ ആ ടോപ്പിക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പല ആർഗ്യുമെന്റ് ആക്കുക, എന്നിട്ട് അതിന് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പാരഗ്രാഫിൽ എഴുതുക എന്നുള്ളതായിരുന്നു. പിന്നെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ. സംഭവം MA ഇംഗ്ലീഷ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര മോശമായിരുന്നു. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഉള്ള ഐഡിയ ഞാൻ ടൈപ്പ് ചെയ്യും, എനിക്ക് എഴുതാനുള്ള സെന്റൻസ്, എന്നിട്ട് ഞാൻ ChatGPT പറയും, മേക്ക് ദിസ് ഇൻ ടു എ ലൂസിഡ് പോയറ്റിക് പാരഗ്രാഫ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ എസ്സേ പ്രിപ്പറേഷൻ. അപ്പൊ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് തരും. അപ്പൊ ഞാൻ അത് എന്റെ നോട്ടിൽ എഴുതി വെക്കും. അങ്ങനെ ഒരു 3-4 തവണ ചെയ്യുമ്പോൾ അതേപോലത്തെ വാക്കുകളൊക്കെ നമുക്കും കിട്ടും. കാരണം എന്റെ ഐഡിയ ആണ്. ഇപ്പൊ ഞാൻ ചുമ്മാ പോയിട്ട് ChatGPT എസ്സേ തരാൻ പറഞ്ഞിട്ട് കാണാതെ പഠിച്ചാൽ നടക്കില്ല. പക്ഷെ എന്റെ മനസ്സിലുള്ള ഐഡിയ ChatGPT റീറൈറ്റ് ചെയ്ത് തരുമ്പോൾ അതെനിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എല്ലാവർക്കും കിട്ടുന്ന പോലത്തെ ഇൻപുട്ട് ആയിരിക്കില്ല കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ താൻ പാതി AI പാതി എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഏതാണ്ട് എല്ലാ ടോപ്പിക്കിനും മഹാഭാരതം, രാമായണം, ഷേക്സ്പിയറിന്റെ ലിറ്ററേച്ചർ, അല്ലാത്ത ലിറ്റററി വർക്ക്സ്, ഇതിൽ നിന്നുള്ള അനക്ഡോട്ട്സും എക്സാമ്പിൾസും എടുത്തു വെച്ചു. എന്നിട്ട് അതിനെ കുറച്ച് ആർഗ്യുമെന്റ്സ് ആയിട്ട് പ്രസന്റ് ചെയ്തു. ഇതെല്ലാം ചെയ്തു, ലെക്ചറുടെ സ്പെല്ലിംഗ് തെറ്റിച്ചു. ഇതായിരുന്നു എന്റെ എസ്സേ പ്രിപ്പറേഷനിലേക്ക് വന്ന ഒരു കാര്യം. പിന്നെ ഓക്കെ, എല്ലാ അക്കാഡമിയിലും നോട്ട്സ് കൊടുക്കുന്നുണ്ടല്ലോ, അത് മാത്രം മതി, ഒരു എക്സ്ട്രാ ബുക്സ് റീഡ് ആക്കണം. എസെൻഷ്യലി ശ്രദ്ധ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട് അക്കാഡമിക്സ് തരുന്നത് എന്തിനാണ്? നമ്മുടെ പണി ലഘൂകരിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ നോട്ട്സിനകത്തേക്ക് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം. എപ്പോഴും റെഫർ ചെയ്ത് എക്സ്ട്രാ വായിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം എല്ലാ നോട്ടുകളും എന്താണ്, നിങ്ങൾക്ക് കൺസൈസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് തരുന്നത്. പക്ഷെ ചിലപ്പോ അത് ജോഗ്രഫിയിൽ നിങ്ങളോടൊരു കാര്യം പറയാണ്, ഇക്വേറ്ററൽ ഗ്രാവിറ്റി കുറവാണ്, പോൾസിൽ ഗ്രാവിറ്റി കൂടുതലാണ്, അത് നോട്ടിലുണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടാണ് നമ്മൾ അറിയണമല്ലോ. അത് ചിലപ്പോൾ നോട്ടിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ റെഫർ ചെയ്തിട്ട് അതുകൂടെ എഴുതി വെക്കണം. ചില ആൾക്കാർക്ക് അത് ഓൾറെഡി അറിയായിരിക്കും. ഇപ്പൊ ഞാനൊരു കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞത്. പക്ഷെ അതല്ലാതെ ചിലപ്പോൾ നോട്ടിലുള്ള ഫാക്ട്സ് നമുക്കറിയാം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ചില കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ അത് പോയി റെഫറൻസിൽ നിന്ന് എഴുതി വച്ചിട്ട് എഴുതുന്നതാണ് നല്ലത്. രോഹൻ, മിനിമം എത്ര ഇയേഴ്സ് മുമ്പേ ഉള്ള ന്യൂസ് പേപ്പർ വായിക്കണം? അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഈ വർഷത്തുള്ള ന്യൂസ് പേപ്പർ തന്നെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. കാരണം ഒരുപാട് ബാക്കിലേക്കുള്ള കാര്യങ്ങളൊന്നും വരില്ല. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, വെരി ഇമ്പോർട്ടന്റ് തിങ് ഇസ് ദാറ്റ് ഇന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ന്യൂസ് പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 4 മാസമായിട്ട് എനിക്ക് തോന്നുന്നു ഇറാൻ, USA, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, ഇത് പത്രത്തിലുണ്ട്. അപ്പൊ അത് വളരെ നാച്ചുറൽ ആണ്. ഇത് ഇനിയുമുള്ള ഒരു 5-6 മാസം ഇത് ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് പോയിന്റ് ചെയ്ത് വായിച്ചു തുടങ്ങുന്നു അവിടെ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വായിച്ചു പോവുക എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് പറഞ്ഞാൽ, ചായക്കടയിൽ ഇരിക്കുന്ന അപ്പൂപ്പന്മാരാണ്. ദേ സ്പീക്ക് അബൌട്ട് ഗ്ലോബൽ പൊളിറ്റിക്സ്, ദേ സ്പീക്ക് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻസ്. അവരിതൊന്നും പഠിച്ചിട്ടോ അല്ലെങ്കിൽ പത്രം വായിച്ച് നോട്ട് എഴുതിയിട്ടോ അല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് വായിച്ചു പോകുമ്പോൾ ഈ പറയുന്ന വ്ളാഡിമിർ പുടിന്റെ പേര്, ഡൊണാൾഡ് ട്രംപിന്റെ പേര്, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, ഇതെല്ലാം എല്ലാ ദിവസവും പത്രത്തിൽ വരുന്ന, എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ഒരാൾക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ സ്ട്രാറ്റജി. റാദർ ദാൻ കുറെ പഴയ പത്രങ്ങൾ എടുത്ത് നോക്കുന്നതിനേക്കാൾ വായിച്ചു തുടങ്ങുന്ന പോയിന്റ് തൊട്ട് റെഗുലർ ആയിട്ട് അത് വായിച്ചു പോവുക എന്നുള്ളതാണ്. UPSCയുടെ ബേസിക് ഐഡിയ മാത്രമുള്ള ആൾക്ക് ഫുൾ സിലബസ് വിത്ത് ഓപ്ഷണൽ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇയേഴ്സ് എടുക്കും? ബേസിക്കലി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത 2027 സീരിയസ് അറ്റംപ്റ്റ് കൊടുക്കുന്ന പ്രാക്ടിക്കലാണ്. ശ്രീകുട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2-3 കണ്ടീഷൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്, എനിക്ക് ദിവസം ഒരു 3 to 4 hours സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, സോ ഞാൻ കോച്ചിങ് ജോയിൻ ചെയ്യട്ടെ. അപ്പം അതിന്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം എല്ലാ ദിവസവും ഒരു 10 മണിക്കൂർ വരെ എഫേർട്ട് ഇടാൻ പറ്റും. 6-7 മണിക്കൂർ ക്ലാസ്സും പിന്നെ ഒരു 3-4 മണിക്കൂർക്ക് അവർക്ക് തന്നെയും പഠിക്കാൻ പറ്റും.
അപ്പോൾ ഒരു വർക്കിംഗ് ആസ്പിറൻസിന് എത്രേ പറ്റുന്നുള്ളൂ? ഒരു 3-4 മണിക്കൂറേ പറ്റുന്നുള്ളൂ. അപ്പോൾ അവർ ഡെയിലി ഇടുന്നതിന്റെ പകുതിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അവർ 1 വർഷം കൊണ്ട് പഠിക്കുന്നത് നമ്മൾ 2 കൊല്ലം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ UPSCയുടെ ഫുൾ സബ്ജക്ട് പഠിച്ചെടുക്കാൻ എല്ലാ ആൾക്കാർക്കും 1 ഇയർ മതി. 1 ഇയർ കൊണ്ട് നമുക്കത് പഠിക്കാം. പക്ഷേ ഇപ്പൊ വർക്കിംഗ് ആസ്പിരന്റ് ആണ്, നമ്മൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 2 ഇയേഴ്സ് വരെ എടുക്കാം. സോ അത് പല ഫാക്ടേഴ്സ് ആണ്. നമ്മൾ വർക്കിംഗ് ആണോ, ഫുൾ ടൈം ആസ്പിരന്റ് ആണോ, നമ്മൾ പഠിച്ച സബ്ജക്റ്റും ഇതിനകത്ത് എത്രമാത്രം റെപ്പറ്റീഷൻ വരുന്നുണ്ട്, നമ്മളൊരു സ്ലോ ലേണർ ആണോ ഇതാണോ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഓൺ ആൻ ആവറേജ് 1 ഇയർ ആണ് നമുക്ക് ആ പ്രിപ്പറേഷൻ. അതായത് പ്രിലിംസിന് മുന്നേ ഇപ്പോൾ 2027 അറ്റംപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ തുടങ്ങുന്നതാണ് വളരെ പ്രോപ്പർ ആയിട്ടുള്ളത്. ഇതിൽ നേരത്തെ തുടങ്ങുന്നവരുണ്ട്, ഇത് കഴിഞ്ഞ് ഒക്ടോബർ വരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നവരും ഉണ്ട്. അപ്പൊ അതിനൊന്നും ഇതില്ല. നമ്മൾക്ക് നമ്മുടെ പേസ്, നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പ്രിപ്പറേഷൻ കൊടുക്കാൻ പറ്റണം എന്നേ ഉള്ളൂ. പിന്നെ ഒരു സെക്കൻഡ് ആനസേ, പറഞ്ഞോ. അത് ഈ കണ്ടന്റ് ഈ ആൻസർ കീന്ന് എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടോ, നോട്ട് ഉണ്ടാക്കിയത്? അല്ല, അത് സിമ്പിൾ. എന്ന് വെച്ചാൽ പ്രിലിംസിന്റെ ആൻസർ കീയിൽ നോക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്ത ഫാക്ട് ഉണ്ട്, എന്നാൽ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരെണ്ണം ഞാൻ ഇന്നലെ ആരോ എന്റെ നോട്ടിൽ നിന്ന് കണ്ടിട്ട് വെച്ചാൽ എനിക്കത് ഇപ്പൊ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ സാലറി എനിക്കൊന്ന് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഇക്വലന്റ് എന്തോ ആണ്, അത് ഏതോ ആൻസർ കീയിൽ കണ്ടു. അതെനിക്ക് അന്ന് അറിഞ്ഞൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടു. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് അറിഞ്ഞൂടാത്ത, നമ്മുടെ ലോജിക്കിന് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് ആൻസർ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പോളാർ വോർട്ടെക്സിന്റെ അവിടെ എന്റെ അറിവിൽ എവിടെ ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അവിടെ ലോ പ്രഷർ ആണ്, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ വന്നാൽ ഹൈ പ്രഷർ ആണ്. പക്ഷേ ലോ ടെമ്പറേച്ചർ ലോ പ്രഷറും വരുന്ന സാധനമാണെങ്കിൽ എന്റെ ലോജിക്കിന് നിരക്കാത്താണ്. പോളാർ വോർട്ടെക്സിൽ അങ്ങനെ എന്തോ ആണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ അത് ഞാൻ അവിടെ എഴുതി വെക്കും. അപ്പൊ എന്റെ ലോജിക്കിന് നിരക്കാത്ത കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളായിരിക്കണം. എനിക്ക് അറിയാവുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ എനിക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഞാൻ അവിടെ എഴുതി വെക്കേണ്ട കാര്യമില്ല. അത് സിമ്പിൾ ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ സ്ട്രാറ്റജിയാണ് ഞാൻ ആൻസർ കീ എന്നുള്ള നോട്ട് ഉണ്ടാക്കാൻ ഇത് ചെയ്തിട്ടുണ്ടാക്കുക. ഈ നോട്ട് ഉണ്ടാക്കിയിട്ട് അത് ഒന്നുകൂടെ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കാണുമ്പോൾ വീണ്ടും നമ്മുടെ നോട്ട് ഒന്ന് റീവിസിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആ നോട്ടിനെ നമുക്ക് റിവിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് അനസ് ചോദിച്ചതിന്റെ ഒരു ആൻസർ. സാർ അതേപോലെ നേരത്തെ പറഞ്ഞു മറ്റേ നോട്ടിന്റെ പേജിന്റെ ഇതനുസരിച്ചാണ് സാറ് നോക്കാൻ. അത് എനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അത്രയും നോട്ട് വേണം നിർബന്ധമൊന്നുമില്ല. അത് എന്നോട് ജിസിലിന് എപ്പോഴും പറയായിരുന്നു, ഇത് നോട്ട് ഉണ്ടാക്കാനുള്ള പരീക്ഷയല്ല, ഇത് പഠിക്കാനാണ് വേണ്ടതെന്നുള്ളത്. നോട്ട് ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് അവാർഡൊന്നും ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നോട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം, ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്. അതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ ഞാൻ വീണ്ടും വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കുറെ കൺഫ്യൂഷൻ വരുന്നത് ഇപ്പൊ NBFC ബാങ്ക് തമ്മിലുള്ള ഡിഫറൻസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഏത് ആൻസർ കീയിൽ ഞാനത് കണ്ടാലും ഞാനത് എടുത്തു വെക്കും. അങ്ങനെയും ഉണ്ട്. പിന്നെ ഈ നോട്ട് സബ്ജക്ട് വൈസ് ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എക്കണോമിയുടെ നോട്ട് ഒരു സെറ്റ്, പിന്നെ ഫുൾ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്നതിന് സെപ്പറേറ്റ്. അപ്പം എക്കണോമിയിൽ ഉള്ളത് തന്നെ ചിലപ്പോൾ വീണ്ടും ഫുൾ ടെസ്റ്റിൽ വരാം. ഒരേ സാധനം തന്നെ ഞാൻ വീണ്ടും തെറ്റിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഞാൻ എഴുതി വെക്കും. 3-4 തവണ തെറ്റി 3-4 തവണ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും തവണ തെറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ വീക്ക് ഏരിയ ആണ്. അങ്ങനെയും ചില കാര്യങ്ങൾ ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എറർ ഡാറ്റ ബുക്ക് അതുപോലെ ഉപയോഗിക്കണം പറഞ്ഞത്. എറർ ഡാറ്റ ബുക്ക് പോലെ ഇല്ല, അങ്ങനെ എറർ ഡാറ്റ ബുക്ക് ആയിട്ടൊന്നും എന്റെ ഇല്ല. ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അടുത്ത അരുണാണ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ആവറേജ് ആണ്. സോ ക്യാൻ യു എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ? ടോപ്പ് നോച്ച് ഇംഗ്ലീഷ് ആവശ്യമില്ല. ഈവൻ അരുണ് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിലും എഴുതാം. മലയാളത്തിൽ മെയിൻസ് എഴുതുന്ന, മലയാളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് ദി ഓൺലി പ്രോബ്ലം ഇസ് മലയാളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ട്രാൻസ്ലേറ്റർ ആണ് ഇരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയുന്നത് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് നമുക്ക് അത് ചെയ്യാം. പക്ഷെ അതിന് ഈ പറയുന്ന പോലെ മെറ്റീരിയൽസ് ഇതുമെല്ലാം കുറവാണ്. ആൻഡ് ഈവൻ ഇഫ് നമുക്കൊരു ആവറേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമുക്കത് കുഴപ്പമില്ല. കാരണം മെയിൻസിൽ നമ്മൾ ബുള്ളറ്റ് പോയിന്റിലാണ് ആൻസർ എഴുതുന്നത്. അവിടെ ഇംഗ്ലീഷിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിനേക്കാൾ നിങ്ങൾ ഇടുന്ന ഹൈഫണുകൾക്കും ആരോകൾക്കും കുത്തുകൾക്കുമാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഫുൾ സെന്റൻസ് എഴുതാൻ പാടില്ല. എന്റെയൊക്കെ ആദ്യത്തെ ആൻസറുകളിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാരഗ്രാഫ് കണക്കാണ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണല്ലോ, പാരഗ്രാഫ് കണക്ക് എഴുതും. അപ്പോൾ സാർ ഇങ്ങനെ ഒറ്റ വെട്ട് വെട്ടും, എന്നിട്ട് ബുള്ളറ്റ് പോയിന്റിലാക്കണം. അപ്പൊ നമുക്ക് ഈ ഫുൾ സെന്റൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് പൊളിറ്റിക്കൽ കോസ് ഓഫ് ദി വേൾഡ് വാർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദി വേൾഡ് വാർ 1 വാസ് ദി ഡെത്ത് ഓഫ് മറ്റേ പ്രിൻസ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ഒന്നും എഴുതാൻ പറ്റില്ല. അവിടെ എത്രയേ ഉള്ളൂ, ഇമ്മീഡിയറ്റ് കോസ് അസാസിനേഷൻ ഓഫ് പ്രിൻസ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഈസ് വാസൊക്കെ ഇട്ടൊരു നീണ്ട സെന്റൻസിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 1 to 2 ലൈനിൽ നമ്മൾ അത് നിർത്തണം. അതിന് നമുക്ക് വലിയ ഇംഗ്ലീഷിന്റെ ആവശ്യം വരുന്നില്ല. ആൻഡ് രണ്ടാമത്
നമ്മുടെ ഇന്റർവ്യൂ ഇതിൽ വരികയാണെങ്കിൽ പോലും ഇന്റർവ്യൂ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നത് നല്ലതാണ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അതൊരു മാൻഡേറ്ററി അല്ല. അവിടെയും നമ്മൾ പൊളൈറ്റ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ഓൾസോ ഫെച്ച് മാർക്സ് റാദർ ദാൻ ഭയങ്കര ഫ്ലുവൻസി ഉള്ള ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഇംഗ്ലീഷ്. അത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ഒന്നാമത് നമ്മൾ ഗവൺമെന്റ് തന്നെ ഇപ്പൊ ഡീകോളോണിയലിസത്തെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ഇംഗ്ലീഷിനോട് ഒരു വലിയ ഇത് വേണമെന്ന് നിർബന്ധമില്ല എന്ന് തോന്നുന്നു. ഹൗ ഡു യു ഫിക്സ് സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ വൈൽ യുവർ UPSC ജേർണി? അതൊരു പ്രധാന പ്രശ്നമാണ്. കാരണം ഞാനത് നോക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഡിജിറ്റൽ വെൽബീങ് എടുത്ത് നോക്കി. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു മാടമ്പള്ളിയിലെ അഡിക്റ്റ് ഞാനാണെന്നുള്ളത്. ബിക്കോസ് അന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു 6 to 7 hours ഞാൻ എന്റെ സ്ക്രീൻ ടൈം ഉണ്ട്, ഇൻക്ലൂഡിങ് ക്ലാസ് മൊബൈൽ ഒക്കെയാണ്. അപ്പൊ ഞാൻ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ഞാൻ അങ്ങനെ ടാർഗറ്റ് ചെയ്തു. ഓക്കെ, ഇന്ന് 7 ആണെങ്കിൽ നാളെ 6:30. ഒറ്റയടിക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല, വിഡ്രോവൽ സിംറ്റം വരും. 7 6:30 ആക്കി, 6 ആക്കി, 6 ഒരു 4 വരെ അങ്ങനെ ഗ്രാജുവലി കുറച്ചു വന്നു. 3-3:30 വരെ പോയി. പക്ഷെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവസാനത്തെ 2 മാസം അതും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു നോക്കിയ ഫോൺ എടുത്തു. 2 മാസം ഏപ്രിൽ മെയിൽ ഞാൻ നോക്കിയ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേ സോഷ്യൽ മീഡിയകളെല്ലാം മാറ്റി വെച്ചു. പിന്നെ കുറച്ചാൾ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടു. പിന്നെ ലോഗ് ഔട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല, കാരണം പിന്നെ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാനുള്ള മടി കൊണ്ട് ഞാനത് ചെയ്യില്ല. ഒറ്റ ക്ലിക്കിൽ ഓൺ ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ചില നഡ്ജിങ് ഫാക്ടേഴ്സ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പ്രിലിംസ് മെയിൻസും അങ്ങനെ. ഇന്റർവ്യൂവിന്റെ സമയത്തൊന്നും ഞാൻ അങ്ങനെ കളഞ്ഞിട്ടില്ലായിരുന്നു. അത് ഓൾമോസ്റ്റ് വർക്കിംഗ് ആയിരുന്നു. ഇംഗ്ലീഷ് ഓർ മലയാളം ന്യൂസ് പേപ്പർ? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ് ബെറ്റർ. ബിക്കോസ് നാഷണൽ ന്യൂസ് ആണ് നമുക്ക് വേണ്ടത്. മലയാളം കൂടുതലും ലോക്കൽ റീജിയണൽ ന്യൂസ് ആയിരിക്കും അവർ വരുന്നത്. അത് നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ലെറ്റ് ബി ഹിന്ദു ഓർ ഇന്ത്യൻ എക്സ്പ്രസ് ഓർ ഹിന്ദുസ്ഥാൻ ടൈംസ്, ഏതെങ്കിലും ഒന്നായിരിക്കും കുഴപ്പമില്ലാത്ത ഒരെണ്ണം. ബിഫോർ പ്രിലിംസ് മെയിൻസിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ആൻസർ റൈറ്റിംഗ് ഡെയിലി എത്ര ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും? മെയിൻസിന് പ്രിലിംസിന് മുന്നേ ആണെങ്കിൽ എല്ലാ ദിവസവും ഒരുപാടൊന്നും ചെയ്യേണ്ട, ഒരു 1 or 2 ക്വസ്റ്റ്യൻ ഒക്കെ ധാരാളമാണ്. അവിടെ ആൻസർ റൈറ്റിങ്ങിനേക്കാൾ മെയിൻസിന്റെ PYQ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളും നോട്ടുകളും കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് നോട്ട് ഉണ്ടാവണം, നമുക്ക് ടോപ്പേഴ്സ് ആൻസർ ഷീറ്റ് ആക്കാണ്ട് ഇങ്ങനെയാണ് ആൻസർ എന്നൊരു ഐഡിയ മനസ്സിലാവണം. കുറച്ച് മെന്റേഴ്സിനെ കാണിച്ച് റിവ്യൂ എടുത്തിട്ട് നമ്മുടെ മിസ്റ്റേക്സ്, ജനറൽ മിസ്റ്റേക്സ് മനസ്സിലാക്കി അത് തിരുത്തണം. അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, എല്ലാ സബ്ജക്റ്റും 6 to 12 വായിക്കുന്നതല്ലേ നല്ലത്. ഞാൻ PDS ആണ് പഠിച്ചത്, ഇപ്പൊ ഹൗസ് സർജൻസി ചെയ്യുന്നു. അപ്പൊ അത്രയും ഇയേഴ്സ് ബ്രേക്ക് ഉണ്ട് ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് ആയിട്ട്. അല്ല, അങ്ങനെ ഇപ്പൊ എല്ലാ സബ്ജക്റ്റും 6 to 12 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രദ്ധ ജസ്റ്റ് +1 +2 വായിച്ചു നോക്കണം. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ താഴോട്ടുള്ള വായിച്ചാൽ മതി. ഇപ്പൊ +1 +2 NCERT വായിച്ചിട്ട് ശ്രദ്ധയ്ക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ താഴെ മുതൽ വായിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് നമ്മുടെ ഒരു കോൺഫിഡൻസിന്റെയും കൂടെയാണ്. നമ്മളൊരു നമ്മളൊരു സൈക്കോളജിക്കലി നമുക്കൊരു സാധനം, ഓക്കെ ഞാൻ 6 തൊട്ട് വായിച്ചിട്ടുണ്ട്, അപ്പൊ കുഴപ്പമില്ല എന്നൊരു കോൺഫിഡൻസും കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധയ്ക്ക് വായിക്കാം. അതല്ലാതെ അതൊരു മാൻഡേറ്ററി എന്തായാലും വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും വേണ്ട. ബിക്കോസ് യു ആർ ഒരു ഡോക്ടറാണ്. അപ്പോൾ ശ്രദ്ധയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +1 ഒരു പയ്യൻ, ഒരു കുട്ടി പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് റീഡിങ്. പലരും വായിക്കുന്ന പോലെ ഉള്ളൂ. ശ്രദ്ധയ്ക്ക് ഒരു 2-3 മണിക്കൂർ കൊണ്ട് വായിച്ച് തീർക്കാം. സോ അങ്ങനെ ഒരു സ്ട്രെച്ചിൽ വായിച്ച് പോകാവുന്നുള്ളൂ. അതിനകത്ത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് വായിക്കുന്നത്. UPSC preparation can be mentally exhausting at times. As someone who tends to overthink a lot, I want to ask you how you managed stress, self-doubt and your mental health throughout the preparation. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മാത്രമല്ലാതെ വേറെ ഒരുപാട് പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നത്. ഒരു 5 വർഷമൊക്കെ നിൽക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ ബാക്കി കുറച്ച് ലിറ്റററി ഫെസ്റ്റ്, ഫിലിം ഫെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം അത് കമ്പാരിറ്റീവ്ലി ഞാൻ കുറച്ചു. സ്റ്റിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം, നല്ല ഒരു മെന്റർഷിപ്പ് എക്കോ സിസ്റ്റം ഉണ്ടെങ്കിൽ, നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നല്ല ഒരു കാര്യമാണ്. 2, നമ്മൾ കുറച്ച് മെന്റൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എപ്പോഴും, ജിമ്മിൽ പോകുന്നതാവാം, ബാഡ്മിന്റൺ ആവാം, വെറുതെ നടക്കാൻ പോകുന്നതാകാം, ജേർണൽ എഴുതുന്നതാകാം, സിനിമ കാണുന്നതാകാം. സോ എന്നും ഒരു 1 hour നമ്മളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള വെൽബീയിങ്ങിന് വേണ്ടി മാറ്റിവെക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിവേദ്യ എസെൻഷ്യലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു മിഷനും നമുക്ക് 2 കാര്യങ്ങളോ, ഒന്ന് നമ്മൾ അതിന് വേണ്ടി ഇടുന്ന എഫേർട്ട്, 2 അതിന്റെ റിസൾട്ട്. ആ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ ഓവർ തിങ്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഗ്രാൻഡ് ആയിട്ടുള്ള വലിയ ലക്ഷ്യത്തെ മാറ്റി കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങളിലേക്ക് വരിക. ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാനൊരു 3 മണിക്കൂർ പഠിക്കും, അതൊരു ലക്ഷ്യമാണ്. ഇന്നത്തെ ദിവസം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. ഇന്നത്തെ ദിവസം ഞാനൊരു 1 മണിക്കൂർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യും. ഇന്നത്തെ മണിക്കൂർ ഞാനൊരു 1 hour എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അങ്ങനെയുള്ള മൈക്രോ ആയിട്ടുള്ള ടാർഗറ്റ്സ് വെക്കുക ഒരു ദിവസം. ഞാൻ അതാണ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ജേർണൽ എടുത്തു,
ഒരു ടേബിൾ വരച്ചിട്ട് 6-7 ടാസ്ക് ഒരു ദിവസത്തേക്ക് വയ്ക്കുമായിരുന്നു. എന്നിട്ട് അതെല്ലാം ചെയ്യുന്നുണ്ടോന്നോ. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ പഠിത്തം കവർ ആവണം, നമ്മുടെ ഈ സമാധാനമുള്ള കാര്യം കവർ ചെയ്യണം. അപ്പം ഞാൻ പ്രിലിംസ് പാസ് ആകുമോ എന്നുള്ളതിനേക്കാൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ ദിവസം 5 ടാസ്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ. അപ്പം ഞാൻ റിസൾട്ട് അവിടെ ഉണ്ടാവും, ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ എഫേർട്ടിലാണ്. ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാ ദിവസവും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് കംസ് നാച്ചുറലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധ, നോട്ട് മേക്കിംഗ് കൂടെ ഒന്ന് പറയുമോ? നോട്ട് മേക്കിംഗ് ഞാൻ 2-3 രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, എല്ലാ ക്ലാസ്സിലും ഞാൻ ലെക്ചർ നോട്ട് എടുക്കുമായിരുന്നു. അത് പിന്നീട് ഞാൻ വായിക്കാനോ പഠിക്കാനോ അല്ല, എന്റെ ശ്രദ്ധ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. ബിക്കോസ് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഇതുള്ളത് കൊണ്ട് ലെക്ചർ നോട്ട് തീരെ വൃത്തി ഉണ്ടാവില്ല, ഞാൻ പിന്നീട് നോക്കില്ല. അപ്പോൾ നോട്ട് മേക്കിംഗ് ഞാൻ ഫസ്റ്റ് ലെവൽ ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് എന്റെ ശ്രദ്ധ ക്ലാസ്സിലുണ്ട്, പറയുന്ന എല്ലാം ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിലതൊക്കെ ഞാൻ മലയാളത്തിൽ എഴുതി വെക്കുമായിരുന്നു. മലയാളത്തിൽ എഴുതി വെക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെനിക്ക് പിന്നെ വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തും, 2 ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം മലയാളത്തിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് പ്രോസസ് ചെയ്യണം. അപ്പൊ അതെന്റെ തലയിൽ ഒന്ന് രജിസ്റ്റർ ആവും. അങ്ങനെ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലായിട്ട് ലെക്ചർ നോട്ട് എഴുതുമായിരുന്നു. എഴുതിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത് ഞാനൊരു ടെക്സ്റ്റ്, ഇപ്പൊ ലക്ഷ്മികാന്ത് ഉണ്ടെങ്കിലോ PMF എടുത്തു വെച്ചിട്ട് ഞാൻ അതിൽ നിന്നുള്ള കാര്യങ്ങൾ എഴുതി പിന്നെ ഒന്നുകൂടെ റീകോൾ ചെയ്ത് അങ്ങനെയും കുറച്ച് നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ വായിച്ചിട്ടില്ല. ഞാൻ പിന്നെ വായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നോട്ട് ഞാൻ ഈ അവസാനം പറഞ്ഞ പോലെ പ്രിലിംസിന്റെ ആൻസർ കീസിൽ നിന്നും ബാക്കി എല്ലാത്തിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ മെറ്റീരിയലാണ്. അപ്പൊ അത് ഞാൻ നേരത്തെ അനസ് ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെയാണ്, എനിക്ക് ഫാക്ച്വലി അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എന്റെ ലോജിക്കിന് നിരക്കുന്ന കാര്യമല്ല, എന്നാൽ അതെന്റെ നോട്ടിൽ വേണം. കാരണം അത് ഒന്നുകൂടെ വായിച്ചില്ലെങ്കിൽ ഞാനത് അവിടെ തെറ്റിക്കും എന്നുള്ള ബോധമാണ് അങ്ങനെ ഇതായിട്ടുള്ളത്. സരോജ, കൺസിസ്റ്റൻസി ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. ലാസ്റ്റ് ഇതിനകത്ത് ഞാൻ അത്യാവശ്യം കൺസിസ്റ്റന്റ് ആവാൻ ശ്രമിച്ചു. ആൻഡ് അഗെയിൻ അതിന് ഹെൽപ്പ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു ദിവസത്തേക്കുള്ള ടാസ്ക് തലേന്നെ പ്രിപ്പയർ ചെയ്ത് എന്താണ് അതിന്റെ ഒരു ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതെല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നു ഉറപ്പുവരുത്തിയായിരുന്നു. റാദർ ദാൻ ഒരു ലോങ് ടേം കൺസിസ്റ്റൻസി എന്നുള്ളതിനേക്കാൾ ഡെയിലി ടാസ്കുകളെ മൈക്രോ ടാസ്ക് ആയിട്ട് പൊളിച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പൊളിച്ച് ലക്ഷ്മികാന്ത് എങ്ങനെ കവർ ചെയ്ത്, അത് പ്രിലിംസിനാണെങ്കിൽ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർലമെന്റ് അത് കോറാണ്, സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് കോറാണ്, പ്രസിഡന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ നമുക്ക് ആ പറയുന്ന നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമുക്ക് വേണ്ട, അതിൽ നിന്ന് വളരെ റെയർ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 20 to 25 ചാപ്റ്റേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്യണം. മെയിൻസിന് ലക്ഷ്മികാന്ത് നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൽ ഐഡിയ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി പ്രോസ് കോൺസ് ഇതെല്ലാം നമുക്ക് ആൻസർ കീന്നോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നിന്നോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. 2025 ഒക്ടോബറിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ആയിരുന്നു. ഈ വട്ടം അറ്റംപ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് റീസെന്റ്ലിയാണ് ഫിനിഷ് ആയത്. പക്ഷെ ഇപ്പൊ കോൺഫിഡൻസ് കിട്ടുന്നില്ല, സ്റ്റഡീസ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് കുറച്ചേലും എഫർട്ട് കൊടുക്കാൻ തോന്നുന്നില്ല. ട്രൈ ചെയ്യാനും ഒപ്പീനിയൻ വരുന്നുണ്ട്. ഒരു സജഷൻ പറയാമോ? അത് അഞ്ജന, അത് ഞാൻ പറയുന്ന ഇതല്ല, കാരണം അഞ്ജനയുടെ ഇതുവരെയുള്ള മാർക്കോ അല്ലെങ്കിൽ ഇതുവരെയുള്ള ടെസ്റ്റിന്റെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അഞ്ജന ഏത് കാറ്റഗറിയിൽ നിന്നാണ്, എത്ര അറ്റംപ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഏജ് അറിയില്ല. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ്. ഇപ്പൊ ചില ആൾക്കാരോട് ഇപ്പം അവർക്ക് ഇനിയുള്ള എല്ലാ അറ്റംപ്റ്റും എടുത്തു കഴിഞ്ഞാലും അവരുടെ ഏജ് ഓവർ ആവില്ല. അപ്പൊ അങ്ങനെയുള്ളവരോട് നമുക്ക് എടുത്താലും കുഴപ്പമില്ല, ആ കാര്യം നമുക്ക് പറയാം. പിന്നെ നമ്മൾ പ്രിപ്പറേഷന്റെ ഫിനിഷിങ്ങിന്റെ കാര്യം, ഇപ്പൊ ഒക്ടോബർ തൊട്ട് ഇവിടെ വരെയുള്ള പ്രിപ്പറേഷനിൽ അഞ്ജന കോൺഫിഡന്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തു. കാരണം കംപ്ലീറ്റ് ആയി എന്നൊരു ഫീലിംഗ് നമുക്ക് ഒരിക്കലും വരാത്തൊരു സിലബസ് ആണ് UPSCയുടെ. സോ നമ്മൾ അത്യാവശ്യം ടെസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൊടുക്കാനേ ഞാൻ പറയുള്ളൂ. ഞാനിപ്പോ ഈ ഒരു ഫുൾ സിനാരിയോ വെച്ചിട്ടാണെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാവരോടും ഞാൻ എഴുതാനേ പറയുള്ളൂ. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എഴുതാതെ കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ചിലപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി എഴുതാൻ പറ്റില്ല. ഇനി അത്രയും അണ്ടർ കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ ഓക്കെ പെർഫോമൻസിന്റെ ആൻസൈറ്റി ഉണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, NCERT ടെക്സ്റ്റുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെങ്കിലും വായിച്ചിട്ടുണ്ടോ? കോർ ടെക്സ്റ്റുകളെല്ലാം ഒരു 2-3 തവണയെങ്കിലും റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ നമ്മളെ അക്കാഡമിയിൽ എവിടെ ജോയിൻ ചെയ്താലും അവിടുത്തെ എല്ലാ ടെസ്റ്റ് സീരീസും എടുത്തിട്ടുണ്ടോ? എല്ലാ പ്രിലിംസ് ടെസ്റ്റും എടുത്തിട്ടുണ്ടോ? ആ ടെസ്റ്റിന്റെ ആൻസർ കീസ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഈ 3-4 കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിലൊരു 2-3 ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് എടുക്കാം. ഇതിലൊന്നും പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ടെസ്റ്റ് വിടേണ്ടുള്ളൂ. ഇപ്പൊ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ്സിന്റെ നോട്ടുകൾ വായിച്ചിട്ടുണ്ട്, കോർ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്, NCERT വായിച്ചിട്ടുണ്ട്, ടെസ്റ്റുകളെല്ലാം എടുത്തിട്ടുണ്ട്, അതിന്റെ കീ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ മിനിമം എഫേർട്ടാണ്. ഈ മിനിമം എഫേർട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ വർഷം അറ്റംപ്റ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ സം റിവിഷൻ ടിപ്സ് ഫോർ അപ്കമിങ് പ്രിലിംസ്. ഇനി ഒരാഴ്ച ഉള്ള പ്രിലിംസിന് റിവിഷൻ ടിപ്പ് ഒന്നുമില്ല. PYQ ജസ്റ്റ് നോക്കുക, അത് വന്നിട്ടുള്ള ഏരിയാസ് PYQ മാത്രം നോക്കിയാൽ മതി. ഇനിയുള്ള 1 വീക്കിന് അതിനുള്ള സമയം ഉള്ളൂ. സെൽഫ് സ്റ്റഡി കോഴ്സുകളാണ്. ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ഇതിലുള്ളത് തീർത്തിട്ട് ഞാൻ അനസിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ചാറ്റ് ബോക്സിൽ കുറെ പേരുടെ ഉണ്ട്.
സെൽഫ് സ്റ്റഡി പോസിബിൾ ആണോ, ടെസ്റ്റ് സീരീസ് മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്താൽ പോസിബിൾ ആണോ? ഞാൻ പറഞ്ഞില്ല, അത് പോസിബിൾ ആണ് ആൻസി. പക്ഷേ ഓൺലി തിങ് ഈസ് ദാറ്റ് നമ്മൾക്ക് ഡിസിപ്ലിൻ ഉണ്ടോ, നമ്മൾക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടോ, നമ്മൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ? ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആയിരിക്കണം. ഇപ്പൊ വീട്ടിലിരുന്ന് ഞാൻ ചില ആൾക്കാർ വീട്ടിലിരുന്നാൽ ഞാൻ പഠിക്കില്ല, ഞാൻ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ക്ലാസ് ശ്രദ്ധിക്കും എന്ന് എനിക്കറിയാം. വീട്ടിൽ ഞാൻ ലാപ്ടോപ്പോ മൊബൈലോ തുറക്കും, പതിയെ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകും, പതിയെ അത് കട്ടിലേക്ക് പോകും, ഞാൻ ഉറങ്ങും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു പുഷ് ഡെഫിനറ്റ്ലി വേണമായിരുന്നു. പക്ഷെ ഇത്തവണ 130 റാങ്ക് കിട്ടിയിട്ടുള്ള ശ്രീലക്ഷ്മി, ഐ തിങ്ക് ഷീസ് ഓൾസോ ഡോക്ടർ, പുള്ളിക്കാരി കോച്ചിങ്ങിൽ പോയിട്ടില്ല. പുള്ളിക്കാരി സെൽഫ് സ്റ്റഡി ആയിരുന്നു ഓൾമോസ്റ്റ് ഓൾ, അത് മിക്കതും ഓൺലൈൻ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയും ചെയ്ത ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ലേണിംഗ് മെത്തഡോളജി, അവർ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആൻഡ് അവർ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഫ്രം. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു എന്താ PYQ നോക്കി എവിടം വരെ പഠിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കോച്ചിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. സോഷ്യൽ ആങ്സൈറ്റി എങ്ങനെ കോപ്പപ്പ് ചെയ്യാം, ഇന്റർവ്യൂ ടൈം. റോഹൻ, അത് ഇന്റർവ്യൂ ടൈമിലേക്ക് വയ്ക്കണ്ട, ഇപ്പൊ തന്നെ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഈ പറയുന്ന പോലെ അതിന് ബെസ്റ്റ് ഇതാണ്, ഞാൻ ഈ പറഞ്ഞ കോച്ചിങ്ങിന് വരുമ്പോൾ നമ്മൾ നമ്മുടെ മെന്ററെ കാണാൻ പോകുന്നത്, നമ്മുടെ ഇഷ്യൂസ് അവരോട് പറയുന്നത്, നമ്മുടെ മെയിൻസ് ആൻസറിന്റെ റിവ്യൂ എടുക്കുന്നത്. സോഷ്യൽ ആൻസൈറ്റി കാരണം ഇതൊന്നും ആരും ചെയ്യില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഇന്റർവ്യൂ എത്തുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. സോ ഐ തിങ്ക് അതിപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഡൗട്ട് ചോദിക്കാൻ, ആൾക്കാരോട് ചെന്ന് നമ്മളെ റിവ്യൂ എടുക്കാൻ, സാർ പഠിക്കുന്നത് ഓക്കെ ആണോ എന്നറിയാൻ നമ്മൾ ഇപ്പൊ തന്നെ കുഞ്ഞു കുഞ്ഞു എഫേർട്സ് നമ്മുടെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ സമയത്തേക്ക് വളരെ റാൻഡം ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ക്രൗഡിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. മുഹമ്മദ് ഷാഹിദ്, പ്രിപ്പറേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ UPSC ആൻഡ് KS, വെരി ലെസ് ഡിഫറൻസസ് ബിക്കോസ് 70% ഓഫ് ദി KS സിലബസ് UPSC ആണ്. പിന്നെ ബാക്കി 30 കേരള ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതുപോലും പഠിക്കാൻ ഗ്യാപ്പ് ഉണ്ടായില്ല. എന്റെ മെയ് 25-നായിരുന്നു പ്രിലിംസ്, ജൂൺ 14-ന് KSന്റെ പ്രിലിംസ്. ജസ്റ്റ് 2 weeks ടു സ്റ്റഡി കേരള മെറ്റീരിയൽ, അത് കുറച്ച് നോക്കാൻ പറ്റി. ആൻഡ് സെപ്റ്റംബർ 1-നാണ് UPSC മെയിൻസ് കഴിയുന്നത്. അത് കഴിഞ്ഞ് ഓണം വെക്കേഷൻ, കസിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് KSന്റെ മെയിൻസ് ആയി ഒക്ടോബറിൽ. അപ്പൊ അതിനും എനിക്ക് ഒരുപാട് എഫേർട്ട് ഇടാൻ പറ്റിയില്ല. പക്ഷെ ഒരു ഗുണമുള്ള കാര്യം വന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ KSന്റെ പരീക്ഷ 5 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അര പേജൊക്കെ ആൻസർ എഴുതാനുള്ളായിരുന്നു. അപ്പൊ എല്ലാവരും ആ അര പേജിലാണ് ടെസ്റ്റ് സീരീസ് എടുത്തത്. പക്ഷെ ഇത്തവണ PSC സസ്പെൻസ് ഉണ്ടായിരുന്നു, PSC ഫുൾ പേജ് ആക്കി. ഫുൾ പേജ് ആക്കിയപ്പോൾ ഈ അര പേജ് ടെസ്റ്റ് എടുത്ത് ശീലിച്ച ആൾക്കാർക്കെല്ലാം അവിടെ ഒരു ഡിഫിക്കൽട്ടി വന്നു. ഞാൻ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായില്ല, ഞാൻ UPSCയുടെ ടെസ്റ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ആ ഫുൾ പേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് ആണ് KS UPSC തമ്മിലുള്ള. അല്ലാതെ ഓൾമോസ്റ്റ് ഓൾ പ്രിപ്പറേഷൻസ് സിമിലർ ആയിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻസ് ഫോർ എക്സാമ്പിൾ 10th 58%, 12th 60 degree, 30 ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്ത ഒരാൾക്ക് UPSC ഇതാണോ? 30 ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്ത ഒരാൾക്ക് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അത് അത്രയും ഡിറ്റർമിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ട്രസ്റ്റ് മീ, ട്രിവാൻഡ്രത്ത് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മെന്റർ ആയിട്ടുള്ള ഒരാൾ സപ്ലി ഉള്ള കാലത്ത് പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതിയ ആൾക്കാരെ എനിക്കറിയാം. ലാസ്റ്റ് ഇന്റർവ്യൂ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഓടി നടന്ന ആ പ്രിലിംസ് പുള്ളിയുടെ പേപ്പർ ക്ലിയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഓൺലി നമ്മൾ ആരായിരുന്നു, ഇന്നലെ ആരായിരുന്നു എന്നുള്ളതല്ല, നാളെ തൊട്ട് നമ്മൾ ആരായിരിക്കും എന്നുള്ള നമ്മുടെ തീരുമാനമാണ് നമ്മുടെ UPSC പ്രിപ്പറേഷനെ ഗൈഡ് ചെയ്യേണ്ടത്. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാതെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാത്രം ഫോളോ ചെയ്ത് യൂസ്ഫുൾ ആയിരിക്കും സാർ. എഗെയിൻ അത് ഈ പറയുന്നത് പോലെ ചില ആൾക്കാർക്ക് വർക്കാവും, ചിലവരുടെ ശരിയാവില്ല. കാരണം ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾ കൺസിസ്റ്റന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ കറണ്ട് അഫയർ തന്നെ പലതവണ കണ്ട് ഒരേ സാധനത്തിന്റെ തന്നെ പല ആംഗിൾ കാണും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വായിക്കുന്ന, US റഷ്യ വായിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ SIR വായിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ പല ആംഗിൾ കിട്ടും. ഇതിന്റെ ഗവൺമെന്റ് സൈഡ് കിട്ടും, ഇതിന്റെ ഒപ്പോസിഷൻ സൈഡ് കിട്ടും, ഇതിന്റെ പല തരത്തിലുള്ള ആംഗിൾസ് നമുക്ക് കിട്ടും. പക്ഷേ മന്ത്ലി കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന ആൾക്ക് അതൊരു ക്യാപ്സ്യൂൾ ഫോമിലേ കിട്ടുള്ളൂ. ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്ക് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ചിലപ്പോൾ ശശി തരൂർ എഴുതുന്നതായിരിക്കും കിട്ടുന്നത്, അടുത്ത ദിവസം വേറെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ട് എഴുതുന്ന കിട്ടും, ചിലപ്പോൾ S ജയശങ്കർ എഴുതുന്ന കിട്ടും ഒരു സാധനത്തെ കുറിച്ച്. അങ്ങനെ പല നരേറ്റീവുകൾ, പല പേഴ്സ്പെക്ടീവിൽ നിന്നുള്ള ഐഡിയാസ് ആണ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത്. ഇതൊന്നും ഒരു മന്ത്ലി കറണ്ട് അഫയർ വായിക്കുന്ന ആൾക്ക് കിട്ടുന്നില്ല. പക്ഷെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാത്രം വായിച്ചിട്ട് ഇത്രയും ഗ്രാൻഡ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാത്രം മതി. പക്ഷെ ഫോർ എൻ ഓർഡിനറി ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് സാധാരണ ഒരാൾക്ക് എപ്പോഴും ന്യൂസ് പേപ്പർ വായിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഒരു എസെൻഷ്യൽ തിങ് ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളോടാണ് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യില്ല.
നമ്മൾ AI ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു മെറ്റീരിയലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ മിക്ക ഇടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കമ്പൈലേഷൻസിൽ അങ്ങനത്തെ ചില ലിമിറ്റേഷൻസും ഉണ്ട്. നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ച് നമുക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ കണ്ടെത്തുന്നതും വേറെ ആരോ ടൈലർ മെയ്ഡ് ചെയ്ത് നമുക്ക് തരുന്നത് ഫോളോ ചെയ്യുന്നത് തമ്മിൽ ആ ആത്മാർത്ഥതയുടെ ഒരു വ്യത്യാസവും നമുക്ക് വേണമെങ്കിൽ കാണാം. കേരള യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണ് ഡിഗ്രി ചെയ്തത്, സോ UPSC എക്സാം എഴുതാൻ അതൊരു പ്രശ്നമാണോ? ഇല്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇസ് പോസിബിൾ. അത് UGC റെക്കഗ്നൈസ്ഡ് ആണ് എന്നുള്ള കോഴ്സ്. ഇപ്പം ഏതാണ്ട് എല്ലാ കേരളത്തിലെ ഡിസ്റ്റൻസ് ഡിഗ്രിയും നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മള് കേസ് ഒന്നും ഇല്ലല്ലോ. ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് കുറച്ച് ലീഗൽ ടസിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതില്ല എന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. UGC റെക്കഗ്നൈസ്ഡ് ഡിഗ്രി ആണെങ്കിൽ വി ആർ എലിജിബിൾ ടു റൈറ്റ് ദി എക്സാം. നോട്ട് മേക്കിംഗ് ചെയ്തത് സെപ്പറേറ്റ് ആക്കിയിട്ടാണോ ചെയ്തത്? യെസ്, എന്റെ ഓൺലൈൻ നോട്ടുകളാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത്. പ്രിലിംസിനും മെയിൻസിനും 2 ഡോക്ക്, പ്രിലിംസിന് തന്നെ ഓരോ സബ്ജക്റ്റിനും ഓരോ ടാബ്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ബിഗിനിങ് ആണെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം സ്റ്റഡി ടൈം, അത് നമ്മൾ കോച്ചിങ് ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അനുസരിച്ചായിരിക്കും. കാരണം കോച്ചിങ് ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു 6 to 8 അവർ എന്തായാലും ക്ലാസ് ഉണ്ടാവും. ഓപ്ഷനിലും കൂടെ വരുമ്പോൾ 6 to 8 hours ക്ലാസ് ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3-4 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത സെൽഫ് സ്റ്റഡി നടക്കുന്ന ആൾക്ക് വേണമെങ്കിൽ 10-12 മണിക്കൂർ വരെ പഠിക്കാം. ഇനി ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ കുറച്ച് സമയം എടുത്തേ പഠിക്കാൻ പറ്റൂ, പക്ഷെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ അങ്ങനത്തെ പല ഡിഫറൻസ് ഉണ്ടാവും. പ്രിപ്പറേഷൻ ഏത് സ്റ്റേജിലാണ് പിയർ ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ്? പ്രിപ്പറേഷന്റെ എല്ലാ സ്റ്റേജിലും പിയർ ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റണം. ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, 2 ഫ്രണ്ട്സ് ഒരുമിച്ച് പഠിക്കും, മറ്റേ ആളുണ്ടെങ്കിൽ ഇയാൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ആൾക്ക് പനി വന്നാൽ അന്ന് പഠിത്തമില്ല, രണ്ടാമത്തെ ആൾ വീട്ടിൽ പോയാൽ അന്ന് പഠിത്തമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തിന്റെ പകുതി പോകും. അപ്പൊ അങ്ങനത്തെ പിയർ ഗ്രൂപ്പുകൾ സെറ്റ് ആവാതിരിക്കുക, പിയർ ഗ്രൂപ്പായിട്ടൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ആവാതിരിക്കുക. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 പേർക്കും ഹെൽത്തി ആയിട്ട് പഠിക്കാൻ പറ്റും, 2-3 പേർക്ക്. അപ്പോൾ നമ്മൾ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റണം, അതേപോലെ നമുക്കും അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മൾ കാരണം അവരുടെ സമയമോ അവർ കാരണം നമ്മുടെ സമയമോ പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളുടേതായ എപ്പോഴും ഒരു 5 മണിക്കൂർ ഉണ്ടെങ്കിൽ അതൊരു 3 മണിക്കൂർ to 4 മണിക്കൂറും തന്നെ പഠിക്കുക. എന്നിട്ടുള്ളൊരു 2 മണിക്കൂറോ മറ്റോ പിയർ ഗ്രൂപ്പിലേക്ക് കൊടുത്താൽ മതി. അപ്പോ എല്ലാം പിയർ ഗ്രൂപ്പ് വഴിയേ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം ലേസിനെസ്സിലേക്ക് മാറും. സോ പിയർ ഗ്രൂപ്പ് ഈസ് ഇമ്പോർട്ടന്റ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത്. ഓൺലൈൻ സ്റ്റഡീനെ കുറിച്ച് അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓൺലൈൻ സ്റ്റഡി ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. നമ്മൾ ഡിസിപ്ലിൻഡ് ആണ്. നമ്മൾ ലാപ്ടോപ്പ് തുറന്നു വെച്ചാൽ ഫോൺ എടുക്കില്ല, ക്ലാസ് പ്രോപ്പർ ആയിട്ട് കേൾക്കും, നോട്ട് എഴുതും. നിങ്ങൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്നാൽ എത്ര സീരിയസ്നെസ്സോടുകൂടി ഇരിക്കുമോ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഓൺലൈൻ ക്ലാസ് അഡ്വൈസബിൾ ആണ്. അത്രേ ഞാൻ പറയുള്ളൂ. എത്ര മാർക്ക് സ്കോർ ചെയ്താൽ വെയിറ്റ് ചെയ്യണം, ഞാൻ ഇവിടുത്തെ ഒന്ന് പറഞ്ഞു തീർത്തിട്ട് ഞാൻ അതിലേക്ക് വരാം. എത്ര മാർക്ക് സ്കോർ ചെയ്താൽ UPSC പ്രിലിംസ് ക്ലിയർ ചെയ്യാം? ദാറ്റ് ഡിഫറൻസ് അജന്യ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ 90 to 100 2023 അത് 75 ആയിരുന്നു. 2020 മുന്നേ 100-105 മുകളിലൊക്കെ വരണമായിരുന്നു. 116 വരെ പോയിട്ടുണ്ട്, 75 വരെ താഴ്ന്നിട്ടുണ്ട്. ബട്ട് ഓൺ ആൻ ആവറേജ് എല്ലാവരും പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കഴിഞ്ഞ 5 വർഷം മാത്രം നോക്കുകയാണെങ്കിൽ 100 മാർക്കാണ് സേഫ്. അതായത് 90 അറ്റംപ്റ്റ് കൊടുക്കുക, 60 ശരി 30 തെറ്റ്, കറക്റ്റ് 100ലേക്ക് നമ്മൾ വരും. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത ഒരാൾക്ക് UPSC പോസിബിൾ ആണോ? അത് നോ ഐഡിയ. അത് ഈ പറഞ്ഞ പോലെ നമുക്കത് ഇനി വേണം ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റും ബാക്കി കാര്യങ്ങളുടെ എല്ലാം ഇതെങ്ങനെയാണെന്നുള്ളത്. നമുക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പറ്റും, അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. നമുക്ക് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതാം. ആമിന ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് 22 ഇയർ ആണ്, ഒരു പ്രൈവറ്റ് ഫാമിൽ വർക്കിംഗ് ആണ്, UPSC ബട്ട് ഫീസ് UPSC അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞ് UPSCക്ക് പ്രിപ്പയർ ചെയ്യാനാണ്. പ്ലീസ് ഗീവ് മൈ ആൻ ഒപ്പീനിയൻ. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഇവിടെ MA കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ജോലിക്ക് കയറിയിട്ട് 1 year ലീവിലായിരുന്നു ഫിനിഷ് ചെയ്തത് എന്നുള്ളതേ ഉള്ളൂ. അത് പോസിബിൾ ആണ്. പക്ഷെ ചില ഇടങ്ങളിൽ ലീവ് കിട്ടാൻ പാടാണ്. ഇപ്പൊ പോലീസ് ഫോഴ്സിലൊക്കെയാണ് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ ലീവ് കിട്ടാൻ പാടാണ്. 2 വർഷം കഴിഞ്ഞ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷെ വേറെ ഇപ്പൊ സെക്രട്ടേറിയറ്റിലൊക്കെ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. പക്ഷെ ഇനിയിപ്പോ ഗവൺമെന്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള നമുക്ക് ഇനി വേണം നോക്കാം, റൂൾസ് ഒക്കെ എങ്ങനെ മാറുന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ UPSC കോച്ചിങ്ങിനായിട്ട് നമുക്ക് ഒരു 80 ദിവസം 90 ദിവസം വരെ ലീവ് കിട്ടും. ഇപ്പൊ അക്കാഡമിക് പർപ്പസിനാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതലും കിട്ടും. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ലീവുകളുണ്ട്, അത് പോസിബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആമിന, നമ്മുടെ ഒരു വർക്കിംഗ് ആസ്പിരന്റ് ആണെങ്കിൽ ഒരു സാധാ ആസ്പിരന്റ് എടുക്കുന്നതിനേക്കാൾ ഒരു 2-3 വർഷം എടുക്കും. ഒരു ആസ്പിരന്റ് 1 വർഷം കൊണ്ട് പരീക്ഷ എഴുതി അടുത്ത വർഷം കൊണ്ട് ക്ലിയർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ 2 കൊല്ലം കൊണ്ട് പഠിച്ച് പിന്നെ 1 കൊല്ലം കൊണ്ടായിരിക്കും ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട്. അനസ് എന്തായിരുന്നു ചോദിച്ചേ?
അല്ല സാർ, ഞാനാണ് ചോദിച്ചത്. ഞാൻ ഓൺലൈൻ സ്റ്റഡിയാണ് നടത്തുന്നത്. അപ്പോൾ ഈ പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് ഇല്ല. അപ്പൊ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ള. അല്ല, അത് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞില്ലേ, പിയർ ഗ്രൂപ്പ് ഒരു മാൻഡേറ്ററി കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ ഓഫ്ലൈനിലൊക്കെ വന്ന് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഈ സെൽഫ് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് നല്ലതാണ്. പിന്നെ ചില സബ്ജക്ട്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പിയേഴ്സ് ഉള്ളതും നല്ലതാണ്. ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടെ ഈ ഐ വോണ്ടഡ് ടു ഗെറ്റ് സറൗണ്ടഡ് ബൈ പീപ്പിൾ. ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ പല പോയിന്റിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പറഞ്ഞു തന്ന്, സബ്ജക്ട്സ് പറഞ്ഞു തന്ന്, പോയിന്റ്സ് പറഞ്ഞു തന്ന്, എക്സാം ലോജിക്ക് പറഞ്ഞു തന്ന്, അങ്ങനെ മെക്കാനിസംസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. മഷമീം ഡൗട്ട് ആണോ ചോദിക്കുന്നത്? പക്ഷെ ഓഡിയോ ക്ലിയർ അല്ല. എന്നാ ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ സാർ. സാർ, ഞാൻ CSAT സാർ എങ്ങനെ പ്രിപ്പയർ ചെയ്താണ് ചോദിച്ചത്. അതായത് സാറ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു. ഞാനെന്തായാലും ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടാണ്. ഈ പറഞ്ഞ പോലെ BA ഇംഗ്ലീഷാണ്. അപ്പോൾ എങ്ങനെ CSAT പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചത്. അല്ല, CSAT പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് പ്രാക്ടീസ് ആണ് അവിടെ വരുന്നത്. കാരണം ഇപ്പൊ കോംപ്രിഹെൻഷൻ സോൾവിങ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് പഠിക്കുകയല്ല, നമ്മൾ അത് ചെയ്ത് അതിന്റെ ഒരു ലോജിക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് അണ്ടർ എ ഗൈഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരാൾ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതൊരിക്കലും ആൻസർ വരില്ല എന്ന് പറഞ്ഞു തന്ന് നമുക്ക് അതിനെ കട്ട് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ കോംപ്രിഹെൻഷൻ. അപ്പൊ നമ്മൾ മാക്സിമം പാസേജ് ചെയ്യുക, മാക്സിമം മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തിട്ടാണ് CSATന്റെ ഒരു പ്രിപ്പറേഷൻ വരിക. ഓക്കെ. സോ വളരെ എഫക്റ്റീവ് ആയിരുന്ന സെഷൻ ആയിരുന്നു അല്ലെ. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് സിദ്ധാർത്ഥിന്റെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഒരു 4 ഇയർ ജേണി ഒരു നട്ഷെല്ലായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് തുടക്കം മുതൽ അല്ലെ അവസാനം വരെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എല്ലാവർക്കും സെഷൻ വളരെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും അല്ലെ. വളരെ എഫക്റ്റീവ് ആയിരുന്നില്ലേ? എഫക്റ്റീവ് ആയിരുന്നു. അതെ. അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയ ലെസൺസ്, അതേപോലെ തന്നെ എന്താണ് ഇതിനകത്ത് സിദ്ധാർത്ഥന്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ജേണി എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ടോപ്പർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. അതേപോലെ തന്നെ അതേപോലെ സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ട് എല്ലാ ഡൗട്ട്സും അദ്ദേഹം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതേപോലെ ഇതൊരു ഇൻസ്പിറേഷൻ ആക്കി എടുത്ത് അടുത്ത പ്രാവശ്യം സിവിൽ സർവീസിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഒരു ടോപ്പർ സ്റ്റോക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, സിദ്ധാർത്ഥ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ആ സാറിന്റെ ഒരു സെഷനിൽ നിന്നാണ് എനിക്ക് ഇത്ര എഫക്റ്റീവായിട്ട് ഇത്രയും പഠിക്കാൻ പറ്റിയത്. ആ രീതിയിലേക്ക് 2027 നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അതേപോലെ തന്നെ നമ്മൾ വിളിച്ചപ്പോൾ നമ്മളോട് ഓടി വന്ന് നമുക്ക് ഇത്രയും നേരം നമ്മോട് സ്പെൻഡ് ചെയ്ത സിദ്ധാർത്ഥിനോട് റൈസ് അപ്പ് ഏജൻസിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ എവരിവൺ participating.